ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതർ അല്ലെ. അപ്പോ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടന്റിലേക്ക് വരാം. ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതറിൽ ഫസ്റ്റ് നമ്മൾ എടുത്തത് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ അല്ലെ. ആൽക്കഹോളിനെ പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് എന്തൊക്കെയാ എഴുതി വെച്ചേ? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ കേട്ടോ. ഓർത്തോക്കാം, ഇത് ബേസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ചോദിക്കും. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെച്ചത് എന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ അല്ലെ. 3 മെയിൻ ഹെഡിങ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഹെഡിങ്സ് നമ്മൾ എഴുതി അല്ലെ. 3 മെയിൻ ഹെഡിങ്സിൽ ഫ്രം ആൽക്കീൻ. ഫ്രം ആൽക്കീനില് ഫസ്റ്റ് പറയുന്നത് എന്തായിരുന്നു? അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് എന്തായിരുന്നു? വാട്ടർ അല്ലെ. അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് വാട്ടർ, അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് ആൽക്കീൻ. ആൽക്കീനെ നമ്മൾ അസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടും അല്ലെ? പ്രൊപ്പീൻ ആണെങ്കിൽ പ്രൊപ്പൻ 2 ഓൾ കിട്ടും, 1 ഓൾ കിട്ടില്ല. പ്രൊപ്പൻ 2 ഓൾ. വൈ? വാട്ട് ഇസ് റീസൺ? എന്തായിരുന്നു? മാർക്കോണിക്കോഫ് റൂൾ അല്ലെ. മാർക്കോണിക്കോഫ് റൂൾ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഹെഡിങ് നമ്മൾ എന്താ എഴുതി വെച്ചേ? ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഡൈബോറേൻ റിയാക്ഷൻ എന്ന് വിളിക്കും നമ്മൾ അല്ലെ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഡൈബോറേൻ. ആ റിയാക്ഷൻ അത് വരെയല്ലേ എഴുതിയുള്ളൂ. നെക്സ്റ്റ് ഹെഡിങ് ഇതായിരുന്നു. 3 ഹെഡിങ്സ് എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു നെക്സ്റ്റ് ഹെഡിങ്ങിന്? ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും? ഫ്രം ഗ്രിഗനാർഡ് റിയേജന്റ്. അപ്പൊ നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക. ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. അപ്പൊ കാർബോണിയൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ വരും? സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് അല്ലെ. സിഒ ഗ്രൂപ്പ്. കറക്റ്റാ. സിഒ ഗ്രൂപ്പ് അല്ലെങ്കിൽ സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ്സ് വരുന്ന ആൾക്കാരെ എല്ലാം നമ്മൾ എന്ത് വിളിച്ചു? കാർബോണിയൽ ഗ്രൂപ്പ്. അപ്പൊ ആരൊക്കെയാ വരിക? ആൽഡിഹൈഡ് അല്ലെ. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ RCHO ഓർത്തോക്കെ. പിന്നെ എന്തായിരിക്കും? RC ഡബിൾ ബോണ്ട് OR കീറ്റോൺ. പിന്നെ എന്ത് വരും അല്ലെ? RC ഡബിൾ ബോണ്ടോ OH അല്ലെങ്കിൽ RCOOH. ജനറലി പിന്നെ എസ്റ്റേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഈ 3 ക്ലിയർ ആയിട്ട് ഓർത്ത് നോക്കാം. ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. ഇവരെല്ലാം നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് വേണ്ടത് ആൽക്കഹോൾ ആണ്. റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. അപ്പൊ ഇതിന് കുറച്ച് കഴിയുമ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് പഠിപ്പിക്കും. എങ്ങനെയായിരിക്കും? ആൽക്കഹോളിന് ഓക്സിഡേഷൻ ചെയ്താൽ എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടും. അപ്പൊ ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ ഏത് ചാപ്റ്ററിലാ വരണേ? അടുത്ത ചാപ്റ്ററിന്റെ പേരെന്താ? ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. അപ്പൊ അവിടെ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് എന്ന് പറഞ്ഞിട്ട് ആദ്യം വരുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും? ആൽക്കഹോളിന് ഓക്സിഡേഷൻ ചെയ്താൽ എന്ത് കിട്ടും? ആൽഡിഹൈഡ്. അപ്പൊ കീറ്റോണിന്റെ പ്രിപ്പറേഷനിൽ എന്ത് കിടക്കുണ്ടാവും അല്ലെ? സെക്കൻഡറി ആൽക്കഹോളിന് എന്ത് ചെയ്യും? ഓക്സിഡേഷൻ ചെയ്താൽ കീറ്റോൺ കിട്ടും. കാർബോക്സിലിക് ആസിഡിന്റെ അവിടെ എന്ത് വരും? ഇത് വരും. അപ്പൊ ഇന്റർ കണക്റ്റഡ് അത് പറയാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഒരു സ്ഥലത്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ഇന്റർ കണക്ട് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാ കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. അതിന്റെ താഴെ എഴുതി വെക്കാം. ആൽഡിഹൈഡ്, കീറ്റോൺ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡ്, കീറ്റോൺ, carboxylic acid undergo reduction reaction to form corresponding alcohol. ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്യുക. റിഡക്ഷൻ. ടെക്സ്റ്റുകളുടെ ഹെഡിങ് ആണ് ഈ ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. റിഡക്ഷൻ ഓഫ് എന്താണ്? ദീസ് ഗ്രൂപ്പ് കേട്ടോ. അങ്ങനെ ചെയ്താൽ നമുക്ക് ആൽക്കഹോൾ കിട്ടും. ഇനി ഓരോന്നിന്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ റിയേജന്റ് പഠിക്കണം. അപ്പോൾ ഈ ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് റിയേജന്റ് ക്ലിയർ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. റെഡ്യൂസിങ് റിയേജന്റുകൾ ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയാം? റിഡക്ഷൻ ആദ്യം പഠിച്ചത് 10th അത് കഴിഞ്ഞ് 11th പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തായിരുന്നു? RCHO അല്ലെ. RCHO എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആണ്. അതിന് മൈൽഡ് റെഡ്യൂസിങ് ഏജന്റുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ റിഡക്ഷൻ എഴുതണം. എന്നിട്ട് മൈൽഡ് റെഡ്യൂസിങ് ഏജന്റ് ഏതൊക്കെയായിരിക്കും? മൈൽഡ് റെഡ്യൂസിങ് ഏജന്റ് നിക്കൽ, പലേഡിയം അല്ലെ. അതൊക്കെ മൈൽഡ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പോ നിക്കൽ, പലേഡിയം അതൊക്കെ നമ്മൾ കൊടുത്താൽ നിക്കൽ ഓർ പലേഡിയം PD ഇൻ ദ പ്രസൻസ് ഓഫ് H2 കൊടുത്താൽ അതെന്തായി മാറും? RCH2OH.
ഉണ്ടോ? ഇത് ശരിക്കും സി ഡബിൾ ബോണ്ടോ ആണ്. ആ ഡബിൾ ബോണ്ടോ ശരിക്കും എന്റെ മെത്തേഡൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കിയേ. ഇതുണ്ടോ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഹൈഡ്രജൻ വരും. ഹൈഡ്രജൻ വന്നിട്ട് ഇതേ ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. ഉണ്ടോ? ഓർത്ത് നോക്കുക. ഇത് തന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. ഉണ്ടോ? ഓർത്ത് നോക്കുക. RCH2OH അതാണ് ഞാൻ എഴുതി വെച്ചേക്കാം. ഉണ്ടോ? ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു എച്ച് ഇവിടെയും പോയി, ഒരു എച്ച് ഇവിടെ വന്നു. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിഡക്ഷൻ. ഉണ്ടോ? ഓർത്ത് നോക്കുക. അപ്പോ ആൽഡിഹൈഡ് അല്ലെ അണ്ടർഗോ എന്ത് റെഡ്യൂസിങ് ഏജന്റ്? അത് മൈൽഡ് റെഡ്യൂസിങ് ഏജന്റ്. കേട്ടോ? ഓർത്ത് നോക്കുക. നിക്കൽ ഓർ പലേഡിയം. ഓക്കെ, ദെൻ ഇത് എഴുതി വെക്കുക കേട്ടോ, എക്സാമ്പിൾ ആയിട്ട്. ഇവിടെ ആൽഡിഹൈഡ് എന്ന് എഴുതണം. ഇവിടെ പ്രൈമറി ആൽക്കഹോൾ, പ്രൈമറി ആൽക്കഹോൾ. അപ്പൊ ആൽഡിഹൈഡിന് മൈൽഡ് റിഡക്ഷൻ ചെയ്താൽ നമുക്ക് ഓൾറെഡി കിട്ടുന്നതാണ് പ്രൈമറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ ഇവിടെ എഴുതി വെക്കാം. മൈൽഡ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം അങ്ങനെയൊക്കെ വരുന്ന മൈൽഡ് റെഡ്യൂസിങ് ഏജന്റുകളാണ്. നെക്സ്റ്റ് കീറ്റോൺ. കീറ്റോൺ എന്ന് പറയുമ്പോൾ RC ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ CO എന്ന് എഴുതാം, അല്ലെങ്കിൽ C R. കീറ്റോൺ കേട്ടോ. കീറ്റോണിനെയും നമ്മൾ റിഡക്ഷൻ ആണ് ചെയ്യുന്നത്. കീറ്റോണിന് റിഡക്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ബെസ്റ്റ് ആയിട്ട് വരുന്ന എന്തൊക്കെയായിരിക്കും? നിക്കൽ, പലേഡിയം ഉപയോഗിക്കാം. ഓർ എന്താണ്? NaBH4 കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. NaBH4 ഇതൊരു മോഡറേറ്റ് ആണ് ആക്ച്വലി. NaBH4 കേട്ടോ. ഓർത്ത് നോക്കുക. ഓർ എന്തായിരിക്കും? ഇതുപോലെ നിക്കൽ ഓർ പലേഡിയം ഒക്കെ യൂസ് ചെയ്യാം. നിക്കൽ ഓർ പലേഡിയം H2 ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. ഓറാണ് ആക്ച്വലി ഈ റെഡ്യൂസിങ് ഏജന്റ് കേട്ടോ. സോഡിയം ആയിട്ട് വരുന്ന ഇതാണ് ആക്ച്വലി NaBH4 ഓർ നിക്കൽ ഓർ പലേഡിയം ഓർ H2 കേട്ടോ. ഓർത്ത് നോക്കാം. ഏതാ? കിട്ടും ആക്ച്വലി. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് മൈൽഡാണ്. മൈൽഡിന് പകരം സ്ട്രോങ് ഇട്ടാലൊക്കെ നമുക്ക് അവിടെ റിയേജന്റ് കിട്ടും. ഇപ്പൊ ഈ ഇതെടുത്ത് ഇവിടെ ഇട്ടാലും കിട്ടും. പക്ഷെ അതിന്റെ ആവശ്യമില്ല, അത് മതി. മനസ്സിലായി? അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഏതാ? H2 എല്ലാത്തിനും കോമൺ ആണ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. വേണ്ട വേണ്ട കേട്ടോ. നെക്സ്റ്റ് എന്ത് വരും? RCHCr. ഇവിടെ ഒരു OH വരും. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് സെക്കൻഡറി ആൽക്കഹോൾ. സെക്കൻഡറി ആൽക്കഹോൾ കേട്ടോ. ഇവിടെ സെക്കൻഡറി ആൽക്കഹോൾ. ഇതെന്തായിരിക്കും? കീറ്റോൺ. കീറ്റോൺ. ഇപ്പൊ വൈകി വന്നേക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ആ കണക്ഷൻ കിട്ടില്ല, ബ്രെയിന് ഒരു മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതർ ആ ചാപ്റ്ററിൽ ആദ്യം എന്തേ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെ? ക്ലാസിഫിക്കേഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹെഡിങ് ആണ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോളില് ഫസ്റ്റ് മെയിൻ ഹെഡിങ് ഫ്രം ആൽക്കീൻ, അത് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതാണ്. സെക്കൻഡ് ഹെഡിങ് ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്, അതാണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. അതില് ഒരു വേർഡ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, ദീസ് കോമ്പൗണ്ട് അണ്ടർഗോ റിഡക്ഷൻ ടു ഫോം കറസ്പോണ്ടിങ് ആൽക്കഹോൾ. എന്നിട്ട് നമ്മൾ ഓരോന്ന് എഴുതുകയാണ്. ഇത് ആൽഡിഹൈഡ്, റിഡക്ഷൻ ചെയ്ത് എന്ത് കിട്ടും? പ്രൈമറി ആൽക്കഹോൾ. ഇവിടെ എന്ത് എഴുതണം? കീറ്റോൺ. റിഡക്ഷൻ ചെയ്ത് എന്ത് കിട്ടും? ഇത് റെഡ്യൂസിങ് ഏജന്റ്. ഇത് പഠിക്കാൻ നോക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇത് ചെയ്ത് എന്ത് കിട്ടും? സെക്കൻഡറി ആൽക്കഹോൾ കേട്ടോ. ഓർത്ത് നോക്കാം. സെക്കൻഡറി ആൽക്കഹോൾ. നെക്സ്റ്റ് അടുത്തത് RCOOH, കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡ്. ഇവിടെ നിങ്ങൾ സ്ട്രോങ് റിഡക്ഷൻ, ഇതിന് ഇത് തന്നെ വേണം. മനസ്സിലായി? ഇതൊന്നും ഇവിടെ ഇട്ടാൻ പറ്റില്ല. മനസ്സിലായി? ഈ താഴെയുള്ള ആൾക്ക് മുകളിലുള്ള എവിടെ വേണമെങ്കിലും ഇട്ടാലും അത് കിട്ടും. പക്ഷെ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്. ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് H2 എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? RCH2OH. ഇവിടെ നിങ്ങൾ എഴുതണം സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. പ്രൈമറി ആൽക്കഹോൾ കേട്ടോ. ഓർത്ത് നോക്കാം. പ്രൈമറി ആൽക്കഹോൾ. അപ്പൊ ജനറൽ എങ്ങനെ പഠിക്കും? ആൽഡിഹൈഡ് മൈൽഡ് റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ. മിഡിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കണ്ടോ. ഓർത്ത് നോക്കാം. കീറ്റോൺ എന്തായിരിക്കും? സെക്കൻഡറി ആൽക്കഹോൾ. ബാക്കി രണ്ടും എന്ത് തന്നെയാ? പ്രൈമറി ആൽക്കഹോൾ ആണ്.
ഞാൻ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കെമിസ്ട്രിയിലോ ഓർഗാനിക് കെമിസ്ട്രിയിലും മെമ്മറിയാണ് ആക്ച്വലി വരുന്ന എല്ലാ റിയാക്ഷൻസും നിങ്ങൾ ഓർത്തു വെക്കണം. പ്ലസ് എന്താണ് ആക്ച്വലി ഇതിന്റെ ഇന്റർ കണക്ഷൻ ആണ് ആക്ച്വലി വരുന്നത്. ആ ഇന്റർ കണക്ഷൻ ആണ് നമുക്ക് കെമിസ്ട്രി ടഫ് ആക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ കണ്ട് നിങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായി, നിങ്ങളുടെ മൈൻഡ് സാറ്റിസ്ഫൈഡ് ആവും. രണ്ടാമത്തെ ലെവലിലാണ് ഞാൻ കുറച്ചും കൂടി ഇത് ചെയ്യുക. ഈ ഓൾ ഇക്വേഷൻസ് വൺ ത്രെഡിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ഏകദേശം ഇടയ്ക്കൊക്കെ ഒന്ന് പോകും, എന്നാലും കുറെയൊക്കെ കിട്ടി ലെവലാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയും അതൊന്നും വേണ്ട എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതല്ല, പിന്നെ നമ്മളൊരു മാപ്പ് മെത്തേഡിൽ കൂടി ഇതിനെ കണക്ട് ചെയ്യും, അവിടെ നിന്ന് മാർക്ക് കിട്ടുള്ളൂ. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ ഇല്ലേ, ഇത് നേരത്തെ കഴിഞ്ഞ ഹാലോ ആൽക്കൈനിൽ പഠിച്ചേക്കുന്ന റിയാക്ഷൻ അല്ലേ, അതുമായിട്ട് കണക്ഷൻ ഉണ്ട്. എല്ലാ റിയാക്ഷനും അങ്ങനെ ഇന്റർ കണക്ട് ചെയ്യും. അപ്പൊ ക്വസ്റ്റ്യൻസ് അങ്ങനെയാ ചോദിക്കുകയുള്ളൂ. അപ്പൊ അത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയും ഈ ഇക്വേഷൻ ഇത് എന്ത് കിട്ടി, ആൽക്കഹോൾ കിട്ടി അല്ലേ. ഞാൻ പറയാണ് ഇതിന് എനിക്ക് ക്ലോറോബെൻസിൻ ആണ്, കഴിഞ്ഞ ഇതിൽ പഠിച്ചേക്കുന്നതാണ്. ഇതിപ്പോ എന്താണ് ആക്ച്വലി, ഇത് ഒരു CER വരെ ഞാൻ CSD ഇപ്പൊ അയാൾ ചോദിച്ച ഇതിനെ ഞാൻ മാറ്റുകയാണ് ആക്ച്വലി. ഇതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും, എത്തനോയിക് ആസിഡ് കൺവേർട്ട് ടു ക്ലോറോഇഥെയിൻ. അപ്പൊ ഇവിടെ വരെ പറഞ്ഞുതരാം. എത്തനോയിക് ആസിഡ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. എത്തനോയിക് ആസിഡ് കൺവേർട്ട് ടു ക്ലോറോഇഥെയിൻ. ആദ്യത്തെ ക്ലാസ്സുകളിൽ ഇല്ലാത്ത ആൾക്കാർക്ക് പറയണ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്താണ് ഫസ്റ്റ് ഇക്വേഷനാ കണ്ടാ. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യും, ആദ്യത്തെ ഇക്വേഷൻ അതാ ഞാൻ പറഞ്ഞു, SOCl2 ഇട്ടു. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഒരു കുട്ടി പറയാണ് ഞാൻ ആൽക്കഹോൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, മറ്റു ചാപ്റ്റർ പഠിച്ചിട്ടുള്ളൂ, ഒരു ഉപകാരമില്ല, ഒറ്റ മാർക്കും കിട്ടത്തില്ല. അതാണ് കെമിസ്ട്രി. മനസ്സിലായി? ഓർത്ത് വെക്കാം. ഇനി എനിക്ക് ഇതാക്കണം. ആർക്കെങ്കിലും പറയാൻ പറ്റും? നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആക്ച്വലി. മാർക്കോണിക്ക് ഇത് ഇവിടെ തിരിച്ച് മുകളിലോട്ട് വന്ന മാർക്കോണിക് ആൽക്കഹോളിക് ബീറ്റ എലിമിനേഷൻ സേവ് റൂൾ കണ്ടോ. ആൽക്കഹോളിക് കേവ്സ് ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന എന്ത് കോമ്പൗണ്ടിലേക്ക് ഇതിനെ എനിക്ക് മാറ്റാൻ പറ്റും. ഇതിനെ ബെൻസീൻ ആക്കണം. 11th പോവാം. ബെൻസീൻ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നോക്കട്ടെ. അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. അതിനു മുമ്പ് എന്താക്കണം? ആൽക്കൈൻ ആക്കണം. ആൽക്കൈൻ ആക്കാൻ 2 സ്റ്റെപ്പ് ഉണ്ട്. ആൽക്കൈൻ ആക്കണം. 11th ആണ്. അപ്പൊ നിങ്ങൾ കരുതുന്ന 11th പഠിക്കേണ്ട ഇല്ല. നീ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. 11th ഈ 12th പഠിച്ചേക്കുന്ന ഇക്വേഷൻസ് മുഴുവൻ ഇതാവും. അപ്പോ ഇതിൽ കുറച്ചു പേരെങ്കിലും കരുതും ഇതെന്ത് പരിപാടി, ഇത് എവിടെ നിന്ന് എങ്ങനെ ആലോചിച്ചെടുക്കാനാണ്. ഇനി ഗൈഡുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പണ്ട് ഇഷ്ടമുള്ളതാണ്, ഒരു ഇക്വേഷൻ കാണിച്ചു തരും. നമുക്ക് നല്ല ഗൈഡുകളൊക്കെ കാണിച്ചു തരാം. അവിടെ നിന്ന് ഒരു 10-100 ഇക്വേഷൻ. ഇനി ആ ഇക്വേഷൻ വെച്ചിട്ട് അവിടെ നിന്ന് വേറെ ഇക്വേഷൻസ്. അങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ വരും. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന റിലവന്റ് പോയിന്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് നമ്മളൊരു മാപ്പ് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ക്ലിയർ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ എറണാകുളത്ത് ജീവിക്കുന്ന ആളാണ്. ഇപ്പൊ ഞാനും കടവന്ത്ര നിൽക്കുന്ന ആളാണ്. എനിക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യണം, ഓരോരോ സ്ഥലത്തേക്ക് പോകണം എന്ന് കരുതിയിട്ട് ഞാൻ മാപ്പൊക്കെ വെച്ചിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ടാണോ പോകുന്നത്? അല്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന മോസ്റ്റ് പ്രൊബബിൾ ആയിട്ട് പോകുന്ന റൂട്ടുകളെല്ലാം എനിക്കറിയാം. ഞാൻ ലുലുമാളിൽ പോകാറുണ്ട്, റൂട്ട് എനിക്ക് ഏകദേശം അറിയാം. ഫിലിം കാണാറുണ്ട്, നല്ല റെസ്റ്റോറൻറ്റ് അല്ലെ, ഏകദേശം നോക്കാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വെക്കും. മനസ്സിലായി? അതുമായിട്ട് റിലേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് എനിക്കറിയാം അവിടെ ഒരു ബെസ്റ്റ് ബേക്കേഴ്സ് ഉണ്ട് ഇവിടെ അല്ലേ. അതുപോലെ അതിന് പകരം ഈ ഓരോ പോക്കറ്റ് റോഡും ചെന്നിട്ട് ഓരോ വീട്ടിലും ചെന്നിട്ട് തന്റെ വീട് എന്താണ് പേരൊക്കെ ഞാനിവിടെ ജീവിക്കാൻ പോകണം അങ്ങനെ എഴുതോ? ഇല്ല. അങ്ങനെ പഠിച്ചിട്ട് ഇനി ജീവിക്കാൻ പറ്റുമോ? ഈ ഇക്വേഷൻസ് മുഴുവനും പഠിച്ച് അതിന്റെ മുഴുവൻ റിലേഷൻഷിപ്പ് പഠിച്ചിട്ട് എക്സാം പറ്റുമോ? ഇല്ല. പകരം എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരുടെയും കണക്ഷൻ ആണ് എടുക്കുന്നത്. നിങ്ങൾ അതിൽ കൂടി മൂവ് ചെയ്യണം അല്ലെ. ഒരു ബൈക്ക് കണ്ടെങ്കിൽ ഇതൊക്കെ പോയിക്കൊള്ളാം, നല്ല സ്ഥലങ്ങളൊക്കെ ഓർത്തിരിക്കും അല്ലെ, ഓർത്ത് നോക്കാം. അതുപോലെ കുറെ പ്രാവശ്യം മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പഠിക്കും. അങ്ങനെ കിട്ടണം എങ്കിൽ മാത്രമാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കോമൺ മാപ്പ് ഉണ്ടാവും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ബുക്കിൽ എഴുതിയിട്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ പറഞ്ഞിട്ടാണോ പോകുന്നത്? അല്ല. അതുപോലെ ഇൻവോൾവ്മെന്റ് ചെയ്ത് പഠിക്കുക, എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെ പതുക്കനെ മാപ്പ് ചെയ്ത് കൊണ്ടുവരും. മനസ്സിലായി? ഒരു 4 എണ്ണം പഠിക്കേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾക്ക്. CBSE ലെവലിൽ 4 എണ്ണം അല്ല, ഒരു 5 എണ്ണം. 5 വലിയ മാപ്പും ഇന്റർ കണക്ഷനും പഠിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ഇന്റർ കണക്ഷനും കൂടി പഠിച്ചാൽ അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കൺവേർഷൻസുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുമേന്ന് ഡെവലപ്പ് ചെയ്താൽ മതി. മനസ്സിലായി? അതുമേന്ന് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ മാർക്ക് ആയിക്കോളും നോർമലി കേട്ടോ. ബട്ട് ടഫ് ചലഞ്ച് അതാണെന്ന് പറയാണ് ആക്ച്വലി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയിട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിക്കും ഇങ്ങനെ നോർമലി ഒറ്റ സ്റ്റെപ്പിൽ ചോദിക്കുന്ന പരിപാടി ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ അതാണ് റിലേറ്റീവ്ലി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഏതാ കഴിഞ്ഞപ്പോ ഹെഡിങ്? ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട് അല്ലെ, ഓർത്ത് നോക്കാം. അടുത്ത ഹെഡിങ് എഴുതി വെച്ചേ, ഫ്രം ഗ്രിഗനാൽ റിയേജന്റ്. നെക്സ്റ്റ് ഹെഡിങ്
ഇത് ആൽക്കൈൻ ആക്കുന്ന കഥ എങ്ങനെയായിരിക്കും? ഇതിലേക്ക് ഞാൻ എവിടെ നോക്കിയോ, Br2 CCl4. Br2 CCl4 ഈ വർഷം പഠിച്ചതല്ലേ? വിസ്നൽ ഡൈഹാലൈഡ്. എവിടെയാ കിടക്കുന്നേ ടെക്സ്റ്റ് ബുക്കില്? ഹാലോ ആൽക്കൈന്റെ പ്രിപ്പറേഷനില് ഫ്രം ഹൈഡ്രോ കാർബണിന്റെ ലാസ്റ്റ് ഇക്വേഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് കിട്ടും? കഴിഞ്ഞ വർഷം പഠിച്ചോ കേട്ടോ, കഴിഞ്ഞ വർഷം ഉണ്ട് ഈ വർഷം ഉണ്ട്. Br ഇവിടെ കിട്ടി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് YN കിട്ടാനായിട്ട് എന്ത് വേണം? 2 ആൽക്കഹോളിക് ചോദിച്ച് മാത്രമല്ല ശരിക്കും പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേ, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ട്? സോഡ അമൈഡ് NaNH2. അപ്പൊ എന്ത് കിട്ടും? CH ട്രിപ്പിൾ ബോണ്ട് CH. ദെൻ ഇവിടെ നിന്ന് എന്ത് പറ്റും? ഇങ്ങനെ സൈക്ലിക് പോളിമറൈസേഷൻ, റെഡ് ഹോട്ട് അയൺ ടു ബെൻസീൻ. ബെൻസീന എനിക്ക് ഈഥീനാക്കണം. എന്ത് ചെയ്യണം? ഒറ്റ സ്റ്റെപ്പ്, ബെൻസീന ഈഥീനാക്കണം. അല്ലെങ്കിൽ ഈ ബെൻസീനിന്ന് ഇത് കിട്ടണം. ഈഥീനോ എന്ത് വേണമെങ്കിലും ആക്കാം കേട്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, എന്ത് വേണമെങ്കിലും ആക്കാം. ഇത് ഓർമ്മയുണ്ടോ? ആ ചാപ്റ്റർ ഏറ്റവും ലാസ്റ്റ് ഇക്വേഷനിൽ വരുന്നതാണ്. ഇതിൽ നിന്ന് എന്ത് ചെയ്ത് ഇത് കിട്ടും? റൈറ്റ്, ഒസോണലൈസിസ് O3. ആർക്കെങ്കിലും ഒക്കെ കിട്ടുമ്പോഴാണ് ശരിയാവുന്നത്. കണ്ടോ, ഓർക്കുക. ഒസോണലൈസിസ് വരുമ്പോ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ച്. ഒസോണലൈസിസ് ഈ വർഷം ഉണ്ട് കേട്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റനാ. ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിൽ ഉണ്ട്, ഒന്നും പഠിപ്പിക്കില്ല, ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ പോയി പഠിച്ചോളാൻ? 11th കേട്ടോ, ഓർത്തോക്കെ. നമ്മൾ അത് എടുക്കും. ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ കട്ട് ചെയ്യും. കണ്ടോ, ഇതിങ്ങനെ കട്ട് ചെയ്യും ഡബിൾ ബോണ്ടിന്റെ അവിടെ. അപ്പൊ CHO. ഇനി ഇവിടെ നിന്ന് കയറി അങ്ങനെ എന്തിലേക്ക് പോവാം, മനസ്സിലായി? ഇപ്പൊ നിങ്ങളിപ്പോ അതാണ് ആക്ച്വലി കെമിസ്ട്രിയുടെ ഭംഗി വരുന്നത് എന്ന് പറഞ്ഞാൽ എത്ര ഏത് ചാപ്റ്റർ കൂടി കഴിയണം, അടുത്ത ചാപ്റ്റർ കൂടി കഴിയും. അത് കഴിയുമ്പോൾ ഞാൻ പറയും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്യുന്ന മോഡിലേക്ക് മാറ്റും കേട്ടോ. കണ്ടന്റ് ഓർഡറിൽ പഠിക്കുന്ന നമുക്കൊരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാ. ഈ ചാപ്റ്ററിന്റെ ഇക്വേഷൻസുകൾ എനിക്ക് ഏകദേശം ഓർഡറിൽ അറിയാം. അത് ഏകദേശം പറയുമ്പോൾ കിട്ടണം. അല്ലാതെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്നാൽ അങ്ങനെ പറ്റില്ല, കുറച്ച് ഓർമ്മ വരണം കേട്ടോ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മെത്തേഡിലേക്ക് നമ്മൾ കൊണ്ടുവരും. അപ്പൊ കിട്ടിക്കോളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഹെഡിങ്ങിലേക്ക് വരാം. നെക്സ്റ്റ് ഹെഡിങ് ഫ്രം ഗ്രിഗ്നാൾഡ് റിയേജന്റ്. വേഗം എഴുതി വെക്കാം കേട്ടോ. ഫ്രം ഗ്രിഗ്നാൾഡ് റിയേജന്റ്. From Grignard reagent. From Grignard reagent. Grignard reagent എന്ന് പറഞ്ഞാൽ RMGX. ഹാലോ ആൽക്കീനിൽ നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ പഠിച്ചതാണ്. RMGX ഇതാണ് ഗ്രിഗ്നാൾഡ് റിയേജന്റ്. അപ്പൊ ആ ചാപ്റ്ററിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. CH3MgBr ഇതിനെ വിളിക്കുന്ന പേരാണ്. ഇതൊരു എക്സാമ്പിൾ ആണ്. ഈ CH3ക്ക് പകരം ബെൻസീൻ കൊടുക്കാം, C2H5 എന്ന് കൊടുക്കാം, ഇങ്ങനെ കാർബണിന്റെ ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും കൊടുക്കാം. Mg അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. Br പകരം ക്ലോറിൻ ഹാലജൻസ് കൊടുക്കാം കേട്ടോ, ഓർത്തുക. Br or Cl ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന കോമ്പൗണ്ട് ആണ് ഗ്രിഗ്നാൾഡ് റിയേജന്റ്. അപ്പോൾ ഇവിടെ ഫോർമാറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഓരോ ഫോർമാറ്റ് ആയിട്ട് എഴുതണം കേട്ടോ. അപ്പൊ ഗ്രിഗ്നാൾഡ് റിയേജന്റ് അറിയാത്ത ആൾക്കാർ ഇതിങ്ങനെ എഴുതിയിട്ട് ഗ്രിഗ്നാൾഡ് റിയേജന്റ് എന്നൊന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി 3 പോയിന്റ് എഴുതും, എന്നിട്ടാണ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതാൻ പോകുന്നത്. 3 points ഫസ്റ്റ് എഴുതി വെച്ചു. Grignard reagent react with methanol ബ്രാക്കറ്റിൽ ഫോർമാലിഹൈഡ്. മെത്തനാലിന്റെ കോമൺ നെയിം ആണ് ഫോർമാലിഹൈഡ്. മെത്തനാൽ ബ്രാക്കറ്റിൽ ഫോർമാലിഹൈഡ് കേട്ടോ. Grignard reagent react with methanol ബ്രാക്കറ്റിൽ ഫോർമാലിഹൈഡ്. undergo hydrolysis to form primary alcohol. Primary alcohol. നെക്സ്റ്റ് ലൈനില് അടുത്ത ലൈനിൽ എഴുതി വെക്കാം. എത്തനാൽ ഓർ എനി ഹയർ ആൽഡിഹൈഡ്. നെക്സ്റ്റ് പോയിന്റ് അടുത്ത ലൈനിൽ കേട്ടോ. അടുത്ത ലൈനിൽ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ എഴുതണം എത്തനാൽ ഓർ എനി ഹയർ ആൽഡിഹൈഡ്.
ethanol or any higher aldehyde react with Grignard reagent, ethanol or any higher aldehyde. Ignash കേട്ടോ, എഴുന്നില്ലേ? വീഡിയോ ഓണല്ല കേട്ടോ, ഞാൻ ചോദിക്കൂട്ടോ, നോട്ട് എഴുതണം കേട്ടോ. ഓക്കെ. ethanol or any higher aldehyde react with Grignard reagent to form secondary alcohol. അപ്പൊ സെക്കൻഡറി ആൽക്കഹോൾ കിട്ടാൻ രണ്ട് മെത്തേഡ് മൈൻഡിൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി അല്ലെ. സെക്കൻഡറി ആൽക്കഹോൾ നേരത്തെ പറഞ്ഞു കീറ്റോണിന് ചെയ്താൽ കിട്ടും അല്ലെ, അതുപോലെ ഇവിടെയും ഇതൊന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് അടുത്ത് എഴുതി വെക്കാം. തേർഡ് പോയിന്റ്, ketone react with Grignard reagent. To form tertiary alcohol. ഇവിടെയൊക്കെ ഹൈഡ്രോളിസിസ് ഉണ്ട് കേട്ടോ. എല്ലായിടത്തും വാട്ടർ ആഡ് ചെയ്യണമായിരുന്നു. ആദ്യത്തെ പോയിന്റ് പോലെ തന്നെയായിരുന്നു കേട്ടോ. അണ്ടർഗോ ഹൈഡ്രോളിസിസ് എന്നൊന്നും എഴുതിയേക്ക് ബ്രാക്കറ്റിൽ കേട്ടോ. സെക്കൻഡറിക്കും അതുപോലെ ടെറിഷറിക്കും അണ്ടർഗോ ഹൈഡ്രോളിസിസ് എന്ന് എഴുതണം കേട്ടോ. ആ വേർഡ് വിട്ടുപോയതാ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്തായിരുന്നു? ketone react with Grignard reagent, undergo hydrolysis to form tertiary alcohol. To form tertiary alcohol. ക്വസ്റ്റ്യൻ വരുന്നതിന് മുമ്പ് ഇപ്പൊ എഴുതിയിരിക്കുന്ന ഫോർമാറ്റ് അതുപോലെ തന്നെ എഴുതാണ്. Grignard reagent RMgX, എക്സ് എന്ന് പറഞ്ഞ ഹാലജൻസ് ചെയ്ത് വേണമെങ്കിൽ ആവാം. പ്ലസ് എന്തായിരുന്നു? മെത്തനാൽ എന്ന് പറഞ്ഞത് HCHO ഉണ്ടോ? മെത്തനാൽ ഗീവ്സ് എന്ത് വരും എന്നാ പറഞ്ഞേക്കുന്നേ? പ്രൈമറി ആൽക്കഹോൾ കേട്ടോ. ഓർത്ത് നോക്കുക, പ്രൈമറി ആൽക്കഹോൾ കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും കൂടി ഒന്ന് എഴുതി വെച്ചോ. നെക്സ്റ്റ് RMgX പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കുക. പ്ലസ് എന്തായിരുന്നു? ഇവിടെ വാട്ടർ എന്ന് കൊടുത്തു കേട്ടോ. H2O and H+. അസിഡിക് ഹൈഡ്രോളിസിസ് ആണ്. H2 and H+. Then ethanol എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബ്രാക്കറ്റിൽ or higher aldehyde undergo hydrolysis H2O and H+ is secondary alcohol. ഇതൊന്ന് എഴുതിക്കോ കേട്ടോ. പെട്ടെന്ന് നോക്കുമ്പോ ആ വേർഡിനേക്കാളും നല്ലത് ഇതായിരിക്കും. Grignard reagent plus ketone എന്ന് പറയുമ്പോൾ എന്ത് വരും? RCOR gives H2O and H+ gives tertiary alcohol. ഈ ഫോർമാറ്റ് ഒന്ന് എഴുതി വെക്കാം. പെട്ടെന്ന് കാണുമ്പോൾ ഇവിടെ കീറ്റോൺ എന്ന് എഴുതാം കേട്ടോ. അപ്പോ മെത്തനാൽ, ഇത് എത്തനാൽ ഓർ എനി ഹയർ ആൽഡിഹൈഡ്, ഇതെന്തായിരിക്കും? കീറ്റോൺ. ഈ ഫോർമാറ്റിലും ഒന്നുകൂടി ഒന്ന് എഴുതി വെക്കാം. ഫോർമാറ്റ് കഴിഞ്ഞോ? ഇനി നമുക്ക് ഇതിന്റെയൊക്കെ എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോകണം കേട്ടോ. ഫസ്റ്റിന്റെ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ മര്യാദക്ക് പഠിച്ചാൽ അതിന്റെ മൊത്തം മെത്തേഡ് കിട്ടും. ആ മെത്തേഡ് കിട്ടിയ ബാക്കി മൂന്നെണ്ണം ഈസിയാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. പിന്നെ അതിൽ നന്നായിട്ട് ഒബ്സർവേയും ചെയ്യുക. അത് കഴിഞ്ഞ് ബാക്കിൽ ഒരു ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം, ഇതിന്റെ ചോദ്യം എങ്ങനെ വരുന്നു എന്നുള്ളത് കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് എഴുതിയില്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? Grignard reagent നമുക്കൊരു CH3MgBr, CH3 ആണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. CH3MgBr Grignard reagent ആണ്. CH3MgBr പ്ലസ് മെത്തനാൽ എന്ന് പറഞ്ഞാൽ HCHO ആണ്. പക്ഷെ അതിന്റെ സ്ട്രക്ചർ വരുമ്പോൾ ഇത് ഇങ്ങനെയാണ്. അതിന്റെ സ്ട്രക്ചർ വരുന്ന സമയത്ത് ഇതുപോലെയാണ് ഇരിക്കുക. HCHO
ഒരു മിനിറ്റ് കേട്ടോ, ഒരു കളറുള്ള പെൻ എടുത്തിട്ടുണ്ട്. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട ഒരേ ഒരു പ്രോസസ്സ് കേട്ടോ. ഇതിന്റെ മെക്കാനിസം ഒക്കെ കാണുമ്പോൾ തിങ്ക് ചെയ്യണ പ്രോസസ്സ് ഇവിടെ ഗ്രിഗ്നാൾഡ് റിയേജന്റ് വരുന്ന ഈ R, ഇതിനെ ഞാൻ ഈ CH3 ആക്കാണ് ഈ കളറിൽ റെപ്രസെന്റ് ചെയ്യാൻ. ഈ R എന്ന് പറയുന്ന മോളിക്യൂൾ CH3, ഈ CH3 എന്ന് പറയുന്നത് ഈ മിഡിൽ കാർബണിൽ വന്ന് ജോയിൻ ചെയ്യും. എവിടെയാണ് C ഡബിൾ ബോണ്ടോ എവിടെയാണോ ആ കാർബണിൽ വന്ന് ജോയിൻ ചെയ്യും. ഈ ചാപ്റ്റർ മാത്രമല്ല ഗ്രിഗ്നാൾഡ് റിയേജന്റിന്റെ വരുന്നത് നിങ്ങൾക്ക് അടുത്ത് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്, അവിടെ കീറ്റോണിന്റെ പ്രിപ്പറേഷനിൽ വരുന്നുണ്ട്. സയനൈഡ് റിയാക്ട് വിത്ത് സയനൈഡ് എന്ന് പറഞ്ഞാൽ RCN ആണ്, RCN. ആ സയനൈഡിലേക്ക് ഗ്രിഗ്നാൾഡ് റിയേജന്റ് ആഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻസ് ഉണ്ട് വരുന്നത്. അപ്പൊ കീറ്റോണാണ് കിട്ടുന്നത് വരുന്നത്. അതുപോലെ കാർബോക്സിലിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CO2 C ഡബിൾ ബോണ്ടോ വരും അല്ലെ, C ഡബിൾ ബോണ്ടോ. ആ കാർബൺ ഡൈ ഓക്സൈഡ് നോർമലി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഗ്രിഗ്നാൾഡ് റിയേജന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഗ്രിഗ്നാൾഡ് റിയേജന്റ് റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം എന്ത് കിട്ടും, കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ വേറെ ചാപ്റ്ററിലും വരുന്നുണ്ട്, എല്ലാത്തിനും ഒരേ മെത്തേഡാണ്. അപ്പൊ മെത്തേഡ് എന്താ ഞാൻ ഓർത്ത് വെക്കുന്നത്, ഈ ഗ്രിഗ്നാൾഡ് റിയേജന്റിൽ വരുന്ന R മീൻസ് ആൽക്കൈൽ ഗ്രൂപ്പ് ജോയിൻ ടു C ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം, ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ വന്നാൽ എങ്ങനെയിരിക്കും, H ഇവിടെ ഡബിൾ ബോണ്ടോ ഉണ്ടാവും. ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഇത് അഡീഷൻ പോലെയാണ് അല്ലെ. അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഗ്രൂപ്പ് വന്നിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും, ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കിയേ, ഇതാണ് CH3 ഉണ്ടാവും. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CH3. ബാക്കി ഗ്രൂപ്പ് ഉണ്ട് അല്ലെ, ഇതില് R ഗ്രൂപ്പ് കഴിഞ്ഞ ബാക്കി എന്തുണ്ട്, MgBr. ഈ MgBr ഇത് മുഴുവൻ ഞാൻ ബ്ലൂവിലാണ് എഴുതുന്നതെന്ന് കരുതുക. MgBr ഇത് ഇവിടെ വരും, MgBr. മനസ്സിലായി? അപ്പൊ എവിടെയാണോ C ഡബിൾ ബോണ്ടോ അതിൽ പിടിക്കണം, മനസ്സിലായി? എന്ന് കരുതി കുഞ്ഞു ക്വസ്റ്റൻ ഒന്നും ആയിരിക്കില്ല എക്സാമിന് തരുന്നത്. ആ മെത്തേഡ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പില് ഓർത്ത് നോക്കുക, അസിഡിക് ഹൈഡ്രോളിസിസ് അല്ലെ, H2O ആൻഡ് H+. വാട്ടറിൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, വാട്ടറിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞേ, H+ ആൻഡ് OH-. അപ്പൊ അതിൽ നിന്ന് ഈ H+ വന്ന് MgBr ബ്രേക്ക് ചെയ്ത് അവിടെ വരും. അപ്പൊ എങ്ങനെയിരിക്കും, അപ്പൊ എങ്ങനെ വന്നു നോക്കാം നമുക്ക്. ഇവിടെ C, ഇവിടെ H, ദെൻ ഇവിടെ ഒരു O ഉണ്ട് അല്ലെ, ഓയുടെ അടുത്തേക്ക് ഇവിടെ നിന്ന് ഒരു H വരും. അപ്പൊ എന്ത് വരും, OH അല്ലെ, OH. ദെൻ ഇവിടുത്തെ CH3 അതുപോലെ തന്നെ നിന്നു. പ്ലസ് ഇവിടെ ബാക്കി എന്തുണ്ട്, MgBr ഉണ്ട് അല്ലെ. അത് എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ MgOH-Br. ഈ OH എവിടെ നിന്ന് വന്നു പറഞ്ഞേ, വാട്ടറിൽ എന്തുണ്ടായിരുന്നു, H2O. അതിൽ നിന്ന് ഒരു H ഇവിടെ വന്നില്ലേ, ബാക്കി എന്തുണ്ടാവും, OH. ആ OH ഇവിടെ കൊടുത്തു. അങ്ങനെ വന്നേക്കുന്നത്. അപ്പോ ഇതില് നിങ്ങൾക്ക് വന്ന സമയത്ത് കൺവേർഷൻ വന്ന സമയത്ത് ഇത് മുഴുവൻ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ കൊണ്ടുവന്ന് വാട്ടർ ഇടാം, ഇവിടെ എഴുതിയാൽ മതി. അപ്പൊ ഇതും തമ്മിൽ എന്താ വ്യത്യാസം, ഇതിൽ നിന്നാണ് ഇത് കിട്ടിയത്. എന്താ വ്യത്യാസം നോക്കിയേ, ഇവിടുന്ന് ഇതിന്റെ പേരെന്തായിരുന്നു, മെത്തനാൽ അല്ലെ. ഇതിന്റെ പേരെന്തായിരുന്നു, CH3 CH2OH. CH3 CH2OH എന്തായിരിക്കും, എത്തനോൾ. അപ്പൊ ഇതിന്റെ ചോദ്യം എങ്ങനെയായിരിക്കും, മെത്തനാൽ കൺവേർട്ട് ടു എത്തനോൾ. കണ്ടോ, ഓർത്ത് നോക്കാം, ഒരു കാർബൺ കൂടി അല്ലെ, കാർബൺ വ്യത്യാസം വരും, കാരണം ഈ കാർബൺ ഇവിടെ നിന്ന് കിട്ടിയതാണ്. ഐഡിയ മനസ്സിലായി? ഓർത്ത് നോക്കാം.
അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തില് ഇപ്പൊ ഇങ്ങനെയല്ലേ വന്നേക്കുന്നേ, മെത്തനാൽ കൺവേർട്ട് ടു പെന്റനോൾ എന്ത് ചെയ്യും നിങ്ങൾ പറ. അങ്ങനെ ചോദ്യം ചോദിക്കുള്ളൂ. ഞാനിതൊക്കെ തന്ന ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ ഹാപ്പി. ആ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും? ആ ഇവിടെ ഇവിടെ ഒരു കാർബൺ അല്ലേ ഉള്ളൂ, ബാക്കി എത്ര കാർബൺ വേണം നിങ്ങൾക്ക്? പെന്റ് എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലെ, പെന്റ് എന്ന് പറഞ്ഞാൽ 5. അപ്പോ 1 കാർബൺ ഇവിടെ നിന്ന് കിട്ടും, ബാക്കി എത്ര ഉണ്ടാവും? 4. അതെവിടെ കൊടുക്കണം? ഇവിടെ കൊടുക്കണം. ഉണ്ടോ ഗ്രീനാൽ റീജന്റ് ഇത്, കാരണം ഇതാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഒബ്സർവേഷൻ ഉണ്ടാവണം. ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിൽ ആക്കാം, മനസ്സിലായി? ഇനി മെത്തനാൽ കൺവേർട്ട് ടു ബെൻസൈൽ ആൽക്കഹോൾ. അപ്പൊ നല്ല ക്വസ്റ്റനായി. ബെൻസീന്റെ ഇങ്ങനെ മുകളിൽ CH2OH ഉണ്ടോ? അപ്പൊ ഇവിടെ എന്ത് കൊടുക്കും ഞാൻ? ബെൻസീൻ റിംഗ്. ചോദ്യം അങ്ങനെയാണ് വരിക. അപ്പോ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും, നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കും. പക്ഷെ ക്വസ്റ്റിന്റെ ഫോർമാറ്റ് വരുന്ന മെത്തേഡ് ആദ്യം പഠിക്കുക. അതിന് എന്ത് വേണം? ഇവിടെ ഒറ്റ കാര്യമേ നിങ്ങൾ പറയുന്നുള്ളൂ, ആ വേർഡ് റിപ്പീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെത്തേഡൊക്കെ മനസ്സിലാവും, കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. ഒരു വേർഡ് ക്രിഗനാൽ റിയേജന്റിന്റെ ഓൾ പ്രിപ്പറേഷൻ ഇനി വരുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ? C ഡബിൾ ബോണ്ടോ എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരാം? ആൽഡിഹൈഡ്, കീറ്റോൺ അല്ലെ, എല്ലായിടത്തും വരാം. ആ C ഡബിൾ ബോണ്ടോയിലേക്ക് R ഗ്രൂപ്പ്, ഗ്രിഗനാൽ റീജന്റെ R ഗ്രൂപ്പ് വന്ന് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം, വേഗം എടുത്ത് എഴുതി ഈക്വേഷൻ. ഇവിടെ എഴുതേണ്ടത് എത്തനോൾ കേട്ടോ. ഇതിനെ ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. എന്നിട്ടത് ഇത് കണ്ടോ, ഇതിന്റെ ബ്രാക്കറ്റില് ഇത് ഈ കോമ്പൗണ്ട് എങ്ങനെ എഴുതാം? CH3 CH2OH പ്രൈമറി ആൽക്കഹോൾ എത്തനോൾ. എത്തനോൾ ആണ്, പ്രൈമറി ആൽക്കഹോൾ ആണ് കേട്ടോ. എല്ലാ കാര്യം എഴുതണം കേട്ടോ. എത്തനോൾ പ്രൈമറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ ഫുള്ളായിട്ട് എഴുതണം. അപ്പൊ ആദ്യത്തെ ഫോർമാറ്റിന്റെ എഴുതിയത് എന്തായിരുന്നു? ഗ്രിഗനാൽ റിയേജന്റ് റിയാക്ട് വിത്ത് മെത്തനാൽ ടു ഫോം പ്രൈമറി ആൽക്കഹോൾ. ഗ്രിഗനാൽ റിയേജന്റ് റിയാക്ട് വിത്ത് methanol to form primary alcohol. ഏതാ? എക്സാമിന് കൺവേർഷൻ ചോദിക്കുമ്പോൾ ഈ ഇന്റർമീഡിയറ്റ് വേണമെന്നില്ല. എഴുതുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇന്റർമീഡിയറ്റ് വേണമെന്ന് നിർബന്ധമില്ല. ഗൈഡുകളൊക്കെ ചിലപ്പോൾ ഇത് കാണും, ചിലപ്പോൾ ഇത് ഉണ്ടാവില്ല. പക്ഷെ എക്സാമിന് ചോദിക്കുമ്പോൾ കൺവേർഷൻ ഒരു സ്റ്റെപ്പ് ഒന്നും ഒരിക്കലും ഇവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകും. മനസ്സിലായി? ആകെ ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതും കൂടി എഴുതി വെച്ചോ എന്ന് പറയും. ആ സമയത്ത് അത് ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരും. മനസ്സിലായി? ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട? ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് വേണ്ട കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ആൾക്കാർ അടുത്ത ഹെഡിങ് എന്തായിരുന്നു? നമ്മള് ഗ്രീനാൽ റിയേജന്റ് റിയാക്ട് വിത്ത് എത്തനാൽ ഓർ എനി ഹൈറാലിയഡ് ആണ് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്തനാൽ വെച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാണ്. നിങ്ങൾ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് തന്നെ ഫുൾ എഴുതണം. ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ CH3 ആക്കും. അപ്പൊ എന്താവും? ഗ്രിഗനാൽ റിയേജന്റ് റിയാക്ട് വിത്ത് എന്തായിരിക്കും? എത്തനാൽ ടു ഫോം എന്ത് വരും നോക്കിയേ. നിങ്ങൾ എഴുതുമ്പോൾ വീണ്ടും താഴെ ക്ലിയർ ആയിട്ട് എഴുതണം കേട്ടോ. നിങ്ങളിപ്പോ എഴുതുമ്പോൾ അടുത്ത ഇക്വേഷൻ ആയിട്ട് തന്നെ എഴുതണം. എന്തായിരിക്കും? ഇത് കണ്ടോ, എത്തനാൽ. ഇവിടെ എന്ത് വരും? CH3, ഇവിടെ CH3. ഈ കോമ്പൗണ്ട് എന്തായിരിക്കും അടുത്ത ഇതിൽ വരുന്ന സമയത്ത് ഇക്വേഷൻ എഴുതുമ്പോ? ഇതുണ്ടോ, CH3. ഇതിന്റെ പേരെന്താ? പ്രൊപ്പൻ 2-ol. പ്രൊപ്പൻ 2-ol ആയി. അപ്പൊ എത്തനോൾ മാറി എന്തായി? പ്രൊപ്പൻ 2-ol അല്ലെങ്കിൽ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ അല്ലെ. അപ്പൊ എന്താവും? പ്രൈമറി മാറി എന്താവും? സെക്കൻഡറി ആൽക്കഹോൾ. കണ്ടോ, ഓർത്ത് നോക്കാം. സെക്കൻഡറി ആൽക്കഹോൾ പ്രൊപ്പൻ 2-ol അല്ലെങ്കിൽ 2-propanol. 2-propanol അല്ലെങ്കിൽ പ്രൊപ്പൻ 2-ol കണ്ടോ, സെക്കൻഡറി ആൽക്കഹോൾ. അപ്പൊ അടുത്തതിൽ ക്ലിയർ ആയിട്ട് ഇതുപോലെ എഴുതാം.
ഉണ്ട്. ഈ ബാക്കി ബൈ പ്രൊഡക്റ്റും ബാക്കി എല്ലാം വരുന്നുണ്ട്. ഇവിടെയും എന്താ നിങ്ങൾ ആലോചിക്കണ്ടേ, ഈ കോമ്പൗണ്ട് ആരും ആയിക്കോട്ടെ, ആൽഡിഹൈഡോ കീറ്റോണോ ഏതായിക്കോട്ടെ, ഈ ഫോർമേഷൻ കണ്ടോ എന്തായിരുന്നു? R ഗ്രൂപ്പ്. ഗ്രിഗനാൽ റിയേജന്റിൽ 6 മൂവിങ് 2 കേട്ടോ. അപ്പൊ ഇതിൽ ആകെ പഠിക്കാനുള്ള തോട്ട് അത് മാത്രമേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഗ്രിഗനാൽ റിയേജന്റിൽ 6 എവിടേക്ക് മൂവ് ചെയ്യും? C ഡബിൾ ബോണ്ടോ. ഇത് എഴുതി കഴിഞ്ഞ ആൾക്കാർ അടുത്ത എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗ്രിഗനാൽ റിയേജന്റ് റിയാക്ട് വിത്ത് കീറ്റോൺ അല്ലെ. കീറ്റോൺ ടു ഫോം എന്ത് കിട്ടും? ടെറിഷറി ആൽക്കഹോൾ. ഗ്രിഗനാൽ റിയേജന്റ് റിയാക്ട് വിത്ത് കീറ്റോൺ. അപ്പൊ എങ്ങനെയായിരിക്കും? ഇത് ഗ്രിഗനാൽ റിയേജന്റ് ആണ്. എല്ലാവരും എഴുതി കേട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത് എഴുതാം. അടുത്ത എന്തായിരിക്കും? ഗ്രിഗനാൽ റിയേജന്റ് റിയാക്ട് വിത്ത് കീറ്റോൺ അല്ലെ. കീറ്റോൺ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കി ഒരു ചേഞ്ച് ഞാൻ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, CH3. ഇവിടെ നോക്കാം, ഇവിടെ CH3 ആവും, ഇവിടെ CH3 ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ H മാറിയിട്ട് ഇവിടെയും CH3 ആവും. ഇതിന്റെ പേരെന്തായിരിക്കും? ഇവിടെയും ഞാൻ എഴുതുന്ന ഇത് കണ്ടോ, ഇയാൾക്ക് മാറ്റം ഉണ്ടോ? ഈ ഡബിൾ ബോണ്ട് എവിടെ ഉണ്ടോ അതിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ ഡബിൾ ബോണ്ടോന്റെ ബ്രേക്ക് മാറ്റി ഇവിടെ ഓയിച്ചിട്ട ഈ കോമ്പൗണ്ട് കിട്ടും. മനസ്സിലായി? ഇവിടെ നിന്ന് ഇതിലേക്ക് എഴുതുന്ന എങ്ങനെയാ നോക്കിയേ. ഇങ്ങനെ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തിടും? CH3 ഉണ്ടോ, ഇവിടെ മാറ്റിയിട്ട് H. ഇത്രേ ഉള്ള പരിപാടി. നേരെ ഇതിലേക്ക് എഴുതാം. മനസ്സിലായി? ഇവിടെ H2 and H കൊടുത്താൽ മതി. മനസ്സിലായി? അപ്പൊ ആ മെത്തേഡ് ഓർത്ത് വെക്കുക. എങ്കിൽ മാത്രമാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന്റെ ലോജിക്ക് മനസ്സിലായോ എന്ന് ഇപ്പൊ ഞാൻ പറയാം കേട്ടോ. ഓർത്ത് വെക്കുക. എത്ര പേർക്ക് മനസ്സിലായെന്ന് ഇപ്പൊ കാണിച്ചു തരാം. ദെൻ ടെറിഷറി ആൽക്കഹോൾ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇത് 1 2 3 ലോങ് ചെയിൻ എടുക്കുന്ന അറിയാലോ. 1 2 3 ഇതാണ് ലോങ് ചെയിൻ. അപ്പൊ എന്ത് വരും? 2 methyl പ്രൊപ്പൻ 2ol ഉണ്ടോ. ഇത് ലോങ് ചെയിൻ 1 2 3. സെക്കൻഡ് പൊസിഷനിൽ ആര് വന്നിട്ടുണ്ട്? CH3. അപ്പൊ എങ്ങനെ എഴുതും? 2 methyl പ്രൊപ്പൻ അല്ലെ, പ്രൊപ്പൻ 2ol. സെക്കൻഡ് പൊസിഷനിൽ OH വന്നിട്ടുണ്ട്, അതുകൊണ്ടാ 2ol. 2 OH എന്നല്ല, സെക്കൻഡ് പൊസിഷനിൽ OH വന്നിട്ടുണ്ട്. ഇതെന്താ ആൽക്കഹോളാ? ടെറിഷറി ആൽക്കഹോൾ. എടുത്ത് എഴുതുക കേട്ടോ. അപ്പോ ഗ്രിഗനാൽ റിയേജന്റ് റിയാക്ട് വിത്ത് പ്രൊപ്പനോൺ ഉണ്ടോ. അപ്പൊ നോക്കാം എന്ത് കിട്ടി നമുക്ക്? 2 methyl പ്രൊപ്പൻ 2ol. 3 പ്രിപ്പറേഷൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു കേട്ടോ? എഴുതി. ഫസ്റ്റ് എന്തായിരുന്നു? ഫ്രം ആൽക്കീൻ. പിന്നെ എന്തായിരുന്നു? ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. പിന്നെ എന്തായിരുന്നു? ഫ്രം ഗ്രിഗനാൽ റിയേജന്റ്. അപ്പോ ടെക്സ്റ്റ് ബുക്കില് ഇൻ ടെക്സ്റ്റില് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതില് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും എഴുതണം, കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ അത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ബാക്കിയുള്ള എക്സസൈസ് ഒക്കെ ഈ ചാപ്റ്റർ ആണ് കമ്പാരിറ്റീവ്ലി 4 ചാപ്റ്ററിൽ എളുപ്പമുള്ള ചാപ്റ്റർ. ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതർ ആണ്. എഴുതി കഴിഞ്ഞോ? ടെക്സ്റ്റ് ബുക്കില് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7.4 വിത്ത് ആൻസർ ഇല്ലാത്തതാണ്. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7.4 എല്ലാവരും എഴുതിയും. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ആൾക്കാരും ഇതൊന്ന് എടുത്തു വെക്കുക.
കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് പരമാവധി ഒന്ന് കൊണ്ടുവരാൻ നോക്കാം, ഓർഗാനിക് ആകുമ്പോൾ. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. നിങ്ങൾക്ക് പേജ് നമ്പർ പുതിയ ബുക്ക് 203. നിങ്ങളുടെ പുതിയ ബുക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിച്ചത് ഞാൻ. 203 ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കില് ഇൻ ടെക്സ്റ്റ് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ബാക്ക് അല്ല, ഇൻ ടെക്സ്റ്റ് 7.4. ആർക്കെങ്കിലും കിട്ടിയ ആൾക്കാരൊന്ന് ലൗഡ് വോയിസിൽ ഒന്ന് വായിച്ചേ. പുറക്കനെ വായിക്കും. ഇതാണ് ചോദ്യം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഷോ ഹൗ ആർ ദ ഫോളോവിങ് ആൽക്കഹോൾ പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് എ സ്യൂട്ടബിൾ ഗ്രിഗനാൽ റിയേജന്റ് ഓൺ മെത്തനാൽ. ആൻസർ പറഞ്ഞു. ഗ്രിഗനാൽ റിയേജന്റ് പറയാം. പറഞ്ഞു. ഗ്രിഗനാൽ റിയേജന്റ്. ക്വസ്റ്റ്യൻ ഇതാണ്. CH3 CH3 ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് കോമ്പൗണ്ട് ഒരെണ്ണം. രണ്ടെണ്ണം അതിൽ ഫസ്റ്റ് ഇതാണ്. ഇത് ഓൾറെഡി അവർക്ക് ആൽക്കഹോൾ കിട്ടി. ഷോ ഹൗ ആർ ദ ഫോളോയിങ് ആൽക്കഹോൾ പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് എ സ്യൂട്ടബിൾ ഗ്രിഗനാൽ റിയേജന്റ് ഓൺ മെത്തനാൽ. പറഞ്ഞു. കേട്ടോ, കുറച്ച് പേർക്ക് കിട്ടി. നല്ല കാര്യമാണ് കേട്ടോ. ഓർത്ത് നോക്കുക. RMGX. ഇതിന്റെ ചോദ്യം ആദ്യം മനസ്സിലാക്കുക. ഇത് ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്തായിരുന്നു, ഈ കോമ്പൗണ്ട് കിട്ടി. ഇത് 2-methyl propan 1-ol ആണ്. 1-ol വന്നാൽ എന്തായിരിക്കും അത്? പ്രൈമറി ആൽക്കഹോൾ. ഇനി അവർ RMGX HCHO ആണെന്ന് പറഞ്ഞു. HC ഡബിൾ ബോണ്ടോ HC ഡബിൾ ബോണ്ടോ H, വാട്ടർ ഒക്കെ ആഡ് ചെയ്തു ഒരു H2 and H+. ഇത് കിട്ടി. ഇത് എഴുതണം. ഈ R എന്താണ്? RMGX എന്താണ്? ഇതാണ് ചോദ്യം. അപ്പൊ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക. മെത്തനാൽ ആണെന്ന് കണ്ടാൽ അതിന്റെ ട്രിക്ക് ഇതാണ്. മെത്തന് എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ. 1 കാർബണും OH ഇങ്ങനെ അടച്ചു വെക്കുക. അത്ര കൊടുത്താച്ചോ. ഇങ്ങനെ ചോദിച്ചാൽ അപ്പൊ ചെയ്യേണ്ട എന്താണ്? കാരണം എന്താ, ഇവിടെ നോക്കിയേ, ഇത് കണ്ടോ അല്ലെ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതെ, ഫസ്റ്റ് ക്വസ്റ്റ്യനില് ഇത് കണ്ടോ, ഇങ്ങനെയായിരുന്നു അല്ലെ? അപ്പൊ ഇതാണ് CH2OH ആവുക. കണ്ടോ, ഈ കാർബൺ ആണ് CH2OH ആവുക. ബാക്കി മുഴുവൻ എന്തായിരിക്കും? R. അപ്പോ ഇത് മുഴുവനും എന്തായിട്ട് വരും? R. ഇനി ഗ്രിഗനാൽ റിയേജന്റിന്റെ ഫോർമാറ്റ് എന്താ? R അല്ലെ? MgX. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? CH3. ഇങ്ങനെ തന്നെ എഴുതണം. CH3 CH3 ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇവിടെ എന്ത് എഴുതണം? Mg. ഇവിടെ എന്ത് എഴുതണം? Br. Br ന് വരെ 0 എന്ത് വേണമെങ്കിലും എഴുതാം. ഇതാണ് ആൻസർ കേട്ടോ. ആൻസർ എഴുതുമ്പോൾ ഈ ആൻസർ മാത്രമായിട്ടായിരിക്കും പല ബുക്കുകളിലും കിടക്കുന്നത്. അങ്ങനെയല്ല, ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ എങ്ങനെ ഓർത്ത് നോക്കണം? ഈ റൗണ്ട് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നുണ്ടോ? വെറുതെ അല്ല. നിങ്ങൾ ആൻസർ കണ്ടെത്തുന്നത് ഇങ്ങനെയാ, ഈ റൗണ്ട്. അത് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടോ. ആയിട്ട് മനസ്സിലാവും. അപ്പൊ മെത്തനാൽ വരുന്ന റിയാക്ഷനിൽ എന്ത് ചെയ്താൽ മതി? CH2OH മറച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മുഴുവൻ എന്താണ്? R. അത് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ ഓർത്ത് വെച്ചാൽ ഈസി ആയിട്ട് കിട്ടും. ഇതിന്റെ മെക്കാനിസം ഒക്കെ എഴുതി വരച്ചൊക്കെ വരുമ്പോൾ സമയം പോകും കേട്ടോ. ഓർത്ത് വെക്കാം. വേഗം എടുത്ത് എഴുതാം കേട്ടോ. ആൻസർ എന്ന് പറഞ്ഞിട്ട് ഇത് ഒന്ന് ഫോർമാറ്റ് എഴുതാം. ആൻസർ എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റെഡില് ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആ റൗണ്ട് ചെയ്ത് എവിടെ കട്ട് ചെയ്യുന്നു അവിടെ MgBr കൊടുക്കണം. ഐഡിയ മനസ്സിലായി? എവിടെ കട്ട് ചെയ്യുന്നു ആ പൊസിഷനിൽ MgBr. ദാറ്റ്സ് ഓൾ. ഇതാണ് എന്റെ ആൻസർ കേട്ടോ. ആൻസർ ഇതാണ് ഗ്രിഗനാൽ റിയേജന്റ്. ഈ ഗ്രിഗനാൽ റിയേജന്റ് റിയാക്ട് വിത്ത് മെത്തനാൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ക്രിസ് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? മെത്തേഡ് ഓക്കെ അല്ലേ? ഇതൊന്നും എഴുതാം ആൻസർ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഗ്രിഗനാൽ റിയേജന്റ് റിയാക്ട് വിത്ത്
മെത്തനാൽ തന്നെയാണ്. കിട്ടുന്ന കോമ്പൗണ്ട് ഇതാണ്. ഇത് ബെൻസീൻ അല്ല, സൈക്ലോഹെക്സേൻ ആണ്. CH2OH. ഇതാണ് ചോദ്യം. CH2OH. ഈ കോമ്പൗണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ, ഇത് തന്നിട്ടില്ല. അതിന്റെ മീനിങ് മനസ്സിലാക്കുക. ഗ്രീനാൽ റിയേജന്റ് റിയാക്ട് വിത്ത് മെത്തനാൽ ടു ഫോം ദിസ് കോമ്പൗണ്ട്. റൈറ്റ് ദ ഗ്രീനാൽ റിയേജന്റ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? നേരത്തെ എങ്ങനെയാ റൗണ്ട് ചെയ്തേ? CH2OH കഴിഞ്ഞ് ബാക്കി ആര് വരുന്നോ അവരെ നോട്ട് ചെയ്യുക. കണ്ടോ ചെയ്യുന്ന പ്രോസസ് മനസ്സിലായോ? അപ്പൊ എന്തായിരിക്കും ആൻസർ? സൈക്ലോഹെക്സെയിൻ എന്നാണ് ഇതിനെ പറയുക അല്ലെ. ഇതിന്റെ ആൻസർ ഇതാണ്, സൈക്ലോഹെക്സെയിൻ MgPr. ഏതാ ഇതാ ഇത് വരുന്ന സമയത്ത് ഇത് സൈക്ലോഹെക്സെയിൻ ആണല്ലോ. അപ്പൊ ഇതിന്റെ പേര് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ജോയിൻ ടു ദിസ് കാർബൺ. ദിസ് ഇസ് ദ ലോങ് ചെയിൻ. സോ എങ്ങനെ വരും? 1 സൈക്ലോഹെക്സൈൽ മെത്തനോൾ. അതാണ് IUPAC നെയിം. 1 സൈക്ലോഹെക്സൈൽ YL ചേർക്കുക കേട്ടോ. അത് ബ്രാഞ്ചായി മെത്തനോൾ കേട്ടോ. ഇതിന്റെ ആൻസർ ഇതാണ് കേട്ടോ. ആൻസർ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വീട്ടിൽ പോയിട്ട് നോക്കണം. 7.4. ചോദ്യം ചോദിച്ചേക്കുന്ന രീതിയാണ് ബെറ്റർ. 7.4. Then 7.5 കേട്ടോ. 7.5 in text 7.5. ഈ ഇപ്പൊ ചെയ്തേക്കുന്ന 3 കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് 7.5 നോട്ട് ചെയ്ത് വെച്ച എല്ലാവരും. 7.5 ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാര് ഇതെന്തായിരിക്കും എന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇത് എഴുതി കഴിഞ്ഞ ആൾക്കാർ, മനസ്സിലായ ആൾക്കാര് എഴുതി വെക്കുക. ഇതിന്റെ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. മെത്തനാൽ വന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ CH2OH ഒമിറ്റ് ചെയ്യുക, ബാക്കിയുള്ള കോമ്പൗണ്ട്. ഇതുപോലെ എളുപ്പമായിരിക്കില്ല. ഒരു കോംപ്ലക്സ് ആയിട്ട് 2 ടെട്രാമീഥൈൽ സൈക്ലോഹെക്സൈൽ പെന്റനോൾ അങ്ങനെ ആയിരിക്കും വരുന്നത്. പേര് മാത്രം തരും, മനസ്സിലാവും. അപ്പൊ പേര് മാത്രം തരുമ്പോൾ ശ്രദ്ധിക്കുക. 1 വന്നാൽ എൻട്രൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആ 1 കണ്ട ഓൺ ദ സ്പോട്ട് പ്രൈമറി, ദെൻ ആ ഓയിൽ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ആ OH അങ്ങ് തട്ടിക്കളയാ. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? MgPr. ഐഡിയ മനസ്സിലായി? അപ്പൊ വരച്ചു നോക്കിയിട്ട്. അപ്പൊ 2 വന്ന എന്തായിരിക്കും? സെക്കൻഡറി. ഇനി 2,2 ഡൈമീഥൈൽ അങ്ങനെ വരികയാണ്, മനസ്സിലായി? അങ്ങനെ വന്നാൽ അല്ലെങ്കിൽ ഒരു 2 മീഥൈൽ, ഇപ്പൊ പെന്റ് 2 മീഥൈൽ പെന്റ് 2ol ആ രീതിയിൽ വരാം അല്ലെ. 2 മീഥൈൽ പെന്റ് 2ol അങ്ങനെ വന്നാൽ ടെറിഷറി. ഒരേ പൊസിഷനിൽ തന്നെ 2 വന്നാൽ എന്തായിരിക്കും? ടെറിഷറി. അല്ലെങ്കിൽ വരച്ചു നോക്കുമ്പോൾ കിട്ടും. ഞാൻ അങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഒബ്സർവേഷൻ. 1 വന്നാൽ എന്തായിരിക്കും? പ്രൈമറി. ഇൻ ബിറ്റ്വീൻ ചെയിനിൽ എവിടെ വന്നാലും എന്തായിരിക്കും? അത് ജനറലി ചാൻസ് സെക്കൻഡറി ആയിരിക്കും അല്ലെ. ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൽ തന്നെ OH വന്നാൽ ടെറിഷറി കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റിനും കൂടി നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞില്ലേ എല്ലാവരും? ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അടുത്ത നിങ്ങൾ ഓരോരോ സെറ്റ് ആയിട്ട് ഫസ്റ്റ് സെറ്റ്, സെക്കൻഡ് സെറ്റ് അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ സെറ്റ് ആയിട്ട് ചോദിക്കാം. ക്വസ്റ്റ്യൻസുകൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കും. ഈ 3 ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ എൻഡ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പോ ഇപ്പൊ ഈ ചെയ്തേക്കുന്ന ഓരോ ഏരിയയിലായിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ. $7.5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 7.5 ഇൻ ടെക്സ്റ്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ എല്ലാവരും എടുത്ത് എഴുതി പോകട്ടോ. ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാവരും ഒന്ന് എടുത്ത് എഴുതി പോയേ. അപ്പൊ ടൈം പോവില്ല, പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും.
ഫസ്റ്റ് ക്വസ്റ്റൻ ഈ റോ പറയാന്നാ പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, ഒരു വാശി പിടിക്കുന്നു കേട്ടോ. ഓർത്ത് നോക്കാം, ഈ റോ നിങ്ങൾ 3 പേരിൽ കേട്ടോ ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ എന്തായിരിക്കും? നിങ്ങൾ ഈ പഠിപ്പിച്ച 3 ഹെഡിങ്ങിന്റെ അണ്ടറിലാണ് എല്ലാം വരുന്നത്. അപ്പൊ എന്തായിരിക്കും ഹെഡിങ്? എന്തൊക്കെയായിരുന്നു? ഫ്രം ആൽക്കീൻ, ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്, ഫ്രം ഗ്രീക്കിനാൽ റിയേജൻ. ആ 3 ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നോക്കിയിട്ടൊക്കെ പറഞ്ഞാലും മതി, വേഗം പറഞ്ഞോ. അവിടെ പറഞ്ഞു. അപ്പൊ എവിടെ വരും? എന്നിട്ട് OH CH3. വെരി ഗുഡ് കേട്ടോ. ഓർത്ത് നോക്കാം, CH3 CH OH CH3. ഇത് എവിടെയാ പഠിച്ചതെന്ന് പറഞ്ഞ ഹെഡിങ്? ഫ്രം ആൽക്കീൻ അല്ലെ? ഫ്രം ആൽക്കീൻ. ആൽക്കീനിൽ വാട്ടർ ആഡ് ചെയ്ത ഇവിടുന്ന് H2 അല്ലേ? H2 OH ഇവിടെ വന്നു. അപ്പൊ ഇത് OH ആയില്ലേ? ബാക്കി H അറ്റത്ത് പോകും അല്ലെ? ഓർത്ത് നോക്കാം. അസിഡിക് ഹൈഡ്രോളിസിസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ആക്ച്വലി അല്ലെ? ഓർത്ത് നോക്കാം, ഡയറക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റൻ ഈ റോയിലുള്ള ആൾക്കാരാണ് പറയണേ കേട്ടോ. ഓർത്ത് നോക്കാം, വേഗം പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റൻ ഇത് അല്ലെ? ഇന്ന് പഠിപ്പിച്ചത് കൊണ്ട് ഭയങ്കര ഈസിയാണ് ആക്ച്വലി. എന്തായിരിക്കും പറഞ്ഞു? ഇവിടെ OH വരും, അങ്ങനെയാണ് അല്ലെ? എടുത്ത് നോക്കാം. ഇന്ന് പഠിച്ച ഇത് ഏത് ഹെഡിങ്ങിലാണ് വരുന്നു അത് മാത്രം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. കാർബോണിയൽ കോമ്പൗണ്ട്സ് അല്ലെ? ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട് എന്നല്ലേ വന്നേക്കുന്നത്? കാർബോണിയൽ കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് ഏതൊക്കെ എഴുതി തന്നെന്ന് ശ്രദ്ധിച്ചോ നിങ്ങള്? ആൽഡിഹൈഡ്, കീറ്റോൺ, പിന്നെ വേറെ കാർബോണിയൽ കോമ്പൗണ്ട് ഉണ്ട് എസ്റ്റർ. അത് ഞാൻ എഴുതി തന്നോ? ഇല്ല, മനഃപൂർവ്വമാണ് കേട്ടോ. ഓർത്തോക്കെ, ചില സ്കൂളിൽ എഴുതി തരും. ഇതുപോലെയുള്ള തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എസ്റ്റർ ആണ്, C ഡബിൾ ബോണ്ടോ O. എസ്റ്ററിൽ ചേഞ്ച് വരില്ല, അത് സ്ട്രോങ് വേണം, എങ്കിൽ മാത്രമാണ് ഒന്ന് ബ്രേക്ക് ഒക്കെ ചെയ്ത് പോവുള്ളൂ. അപ്പൊ എവിടെ മാത്രം ചേഞ്ച് ആകും? എവിടെ മാത്രം ചേഞ്ച് ആകും? ഇത് കീറ്റോൺ ആണ്. ഇതെന്താ? കീറ്റോൺ. അപ്പൊ ഇവിടെ മാത്രം കീറ്റോൺ ആണ്. ഇത് കണ്ടോ, കീറ്റോൺ എന്ന് മനസ്സിലായി? C ഡബിൾ ബോണ്ടോ മാത്രമാണ്. ഇവിടെ എന്താ? C ഡബിൾ ബോണ്ടോ O ഉണ്ട്, എസ്റ്റർ ആണ്. എസ്റ്റർ റിഡക്ഷൻ ചെയ്യാൻ പറ്റും, സ്ട്രോങ് റിഡക്ഷനും പെർട്ടിക്കുലർ കണ്ടീഷനും ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ എന്ത് ചെയ്തു? പോസ് ചെയ്ത് പിടിച്ചാണ്. അപ്പൊ ചില സ്കൂളിൽ എസ്റ്ററിനെ കൂടി തരും. അപ്പൊ ഇത് കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ അതേ ഫോർമാറ്റിൽ തന്നെ പഠിക്കാൻ നോക്കുക, അതാണ് ഈസി. ആവശ്യമില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ എന്ത് വരും? OH. ഇത് ബാക്കിയൊക്കെ അതുപോലെ തന്നെ എഴുതാം കേട്ടോ. CH2 C ഡബിൾ ബോണ്ടോ O CH3. ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് സെക്കൻഡറി ആൽക്കഹോൾ ആണ്, മനസ്സിലായോ? സൈക്ലോ ഹെക്സെയിൻ ആണിത് അല്ലെ? സൈക്ലോ ഹെക്സെയിൻ ക്ലോസ്ഡ് ആയിട്ടുള്ള ചെയിൻ ആണ്. ഇവിടെ ഒരു OH വരും. ഓക്കെ, ക്ലിയർ ആണ്? ചോദിച്ചു മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവനെ ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ അവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒന്നൊരു ആൽക്കഹോളും ഇവിടെ നിന്ന് വേറെ ആൽക്കഹോളൊക്കെ ഫോം ചെയ്യും, മനസ്സിലായോ? അത് പക്ഷെ ഇവിടെ ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇല്ല, വന്നില്ല, ബാക്കിലും ഇല്ല, പാസ്റ്റ് ഇയറിലും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഓർത്ത് നോക്കാം. അതുകൊണ്ട് ആ 3 മാത്രം വന്നത്. കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പല സ്ഥലത്തും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും കേട്ടോ. NaBH4. നെക്സ്റ്റ് അടുത്ത ഗ്രൂപ്പ് നിങ്ങൾ പറഞ്ഞു. CHO എന്തായി മാറും? CH2OH അല്ലെ? നമ്മൾ പഠിച്ചു ആൽഡിഹൈഡിൽ നിന്ന് എന്ത് ആൽക്കഹോൾ ആയിരിക്കും അത്? സെക്കൻഡറി ആണോ ടെർഷറി ആണോ? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? പ്രൈമറി. ആൽഡിഹൈഡിൽ നിന്ന് എന്ത് കിട്ടുള്ളൂ? പ്രൈമറി. കീറ്റോണിൽ നിന്ന് മാത്രം എന്ത് കിട്ടുള്ളൂ? സെക്കൻഡറി അല്ലെ? പെട്ടെന്ന് ഇവിടെ ഒരു ബ്രാഞ്ച് വന്നപ്പോൾ ഒരു ഡൗട്ട് വന്നില്ലേ? അത് ഞാനൊന്ന് അല്ലെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ, തെറ്റിക്കാൻ വേണ്ടിയിട്ട്. പുറത്തു നോക്കുക എന്തായിരിക്കും? ഇത് പ്രൈമറി ആൽക്കഹോൾ. എങ്ങനെ കിട്ടുക ആൻസർ? CH3 CH2 CH CH3 CH2OH. ആൻസർ. ഇനിയും 2 ഗ്രൂപ്പും ഒരു ഓൺലൈൻ ഗ്രൂപ്പ്സും ചോദ്യം ഉണ്ടാവണം. ബാക്കിലെ ക്വസ്റ്റൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുള്ള ക്വസ്റ്റൻസ് ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കില ബാക്കിൽ ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന ഒരു ഏരിയ ആയിട്ടുള്ള ക്വസ്റ്റൻസിലേക്ക് നമുക്ക് വരാം. പേജ് നമ്പർ 223 കേട്ടോ. പേജ് നമ്പർ 223.
7.20 കേട്ടോ, 7.20 കേട്ടോ. അതിൽ പ്രൊപ്പീൻ ടു പ്രൊപ്പൻ ടു ഇപ്പൊ നമ്മൾ ചെയ്തതല്ലേ കണ്ടോ, പ്രൊപ്പീൻ ടു പ്രൊപ്പൻ ടു അത് നമ്മൾ ചെയ്തതാണ്. ദെൻ ബെൻസൈൽ ക്ലോറൈഡ് ടു ബെൻസൈൽ ആൽക്കഹോൾ, ബെൻസൈൽ ക്ലോറൈഡ് ടു ബെൻസൈൽ ആൽക്കഹോൾ പറയേ. സിയിൽ പോയിട്ട് OH വരണം, അതിനെന്ത് ചെയ്യണം? സിയിൽ പോയിട്ട് OH വരണം. ശരിയാ, ഉറപ്പിച്ചു പറ. അക്വസ് KOH ഓർത്ത് നോക്കാം. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ചാപ്റ്റർ അല്ല, ഏതാ? ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോരീൻ, അവിടെ നിന്നുള്ളത് വരും. മനസ്സിലായി കേട്ടോ, ഈ ചാപ്റ്ററിൽ ഇല്ല. മനസ്സിലായി? ടെക്സ്റ്റുകളുടെ ബാക്കിൽ എന്ത് വന്നു? അതിന് മുമ്പത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരും. അങ്ങനെയാണ്. കാരണം ഓർഗാനിക് കെമിസ്ട്രി ഞാൻ പഠിച്ചു, ആ ചാപ്റ്റർ മുഴുവൻ ഒരു ഉപകാരമില്ല. കാരണം ബാക്കിലും അവർ ചോദിക്കുമ്പോൾ ഒക്കെ എന്താണ് അല്ലെ 11th ചോദിക്കും. അതാണ് ടെക്സ്റ്റുകളുടെ ബാക്കിൽ. അപ്പൊ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞത് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റുകളുടെ ബാക്കിലെ ക്വസ്റ്റൻസ് ഒക്കെ വെച്ച് നമ്മളെല്ലാ ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്യിപ്പിക്കും. ആ കണക്ഷൻ മാത്രം പഠിച്ചാൽ പോലും നമുക്ക് നല്ല മാർക്ക് കിട്ടും. ടെക്സ്റ്റുവിന്റെ ഓർഡറിലാവണം എന്നില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എളുപ്പവഴി ആലോചിക്കും അല്ലെ. അപ്പൊ ആദ്യം ഇതൊക്കെ പഠിപ്പിച്ച് ഒന്ന് ലെവലാക്കി കഴിയുമ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് നമുക്കൊരു 4 ചാർട്ടും ഒരു 3 മെത്തേഡും വെച്ച് 3 ദിവസം കൊണ്ട് മുഴുവൻ തീർക്കാം വേണമെങ്കിൽ. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും അയ്യോ അതെങ്കിലും ഈസി ആയി പോയി അല്ലെ, നിങ്ങൾക്ക് ഭയങ്കര വിഷമമൊക്കെ വരും. ഇത്രയും ബുദ്ധിമുട്ടായിട്ട് പഠിക്കേണ്ട സാധനം ചേട്ടാ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. തേർഡ് ക്വസ്റ്റൻ ആണ് അടുത്ത റോയിൽ അവർ ചെയ്യാൻ പോകുന്നത്. ഈഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ടു പ്രൊപ്പൻ 1 എന്ത് ചെയ്യണം? ഈഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ടു പ്രൊപ്പൻ 1 7.20 എടുക്കുക കേട്ടോ. 7.20 കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ 7.20 കേട്ടോ. അതാ ചെയ്യുന്നേ. ഒരു കാര്യം ചെയ്തു, നമ്മൾ പറഞ്ഞതില് ബെൻസൈൽ ക്ലോറൈഡ് ടു ബെൻസൈൽ ആൽക്കഹോൾ അതെല്ലാവരും എഴുതി വെച്ചേ. ബെൻസൈൽ ക്ലോറൈഡ് ടു ബെൻസൈൽ ആൽക്കഹോൾ. ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ്, അതിന്റെ മുകളിൽ ക്ലോറിൻ വന്നാൽ അത് ക്ലോറോ ബെൻസീൻ ആണ്. അപ്പൊ CH2Cl ഇതാണ് ബെൻസൈൽ ക്ലോറൈഡ്. ഓർത്തു നോക്കുക. ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാല് ബെൻസീൻ റിംഗിന്റെ മുകളിൽ CH2OH. ഇതിന്റെ ക്വസ്റ്റൻ ഇതാണ്, ക്ലോറിൻ മാറി അവിടെ OH വന്നം. അത് നിങ്ങൾ പഠിപ്പിച്ചേക്കുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ SN2 SN1 എവിടെയായിരുന്നു? അത് ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോരീൻ. അതിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കൈനിലെ ഫസ്റ്റ് ഹെഡിങ്. അതില് ഇവിടെ നമ്മൾ Cl അല്ലെ പോയിട്ട് OH വന്നം. അതിനു വേണ്ടിയിട്ട് അക്വസ് KOH ഓർ അക്വസ് NaOH. അക്വസ് KOH ഓർ ആണ് കേട്ടോ, ഓർ അക്വസ് NaOH. അപ്പോ ചാപ്റ്റർ ആൽക്കഹോൾ ഫിനോൾ ഈതർ ആണ്. അതിന് മുമ്പത്തെ ചാപ്റ്ററിലാണ് ഇത് ഇതിന്റെ ആൻസർ അല്ലെ റിലേറ്റ് ചെയ്യുന്നത്. അതും കൂടി പറയാം. അത് അവിടെ ആയതുകൊണ്ട് ആ ക്ലാസ്സിൽ കുറച്ച് പേരില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എടുത്തു. ഇനി രണ്ടാമത്തത് ആ ഗ്രൂപ്പ് പറയാന്ന് പറഞ്ഞേക്കുന്നേ, അത് ഇന്ന് എടുത്തതാണ്. അതുകൊണ്ടാണ് ഈഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ടു പ്രൊപ്പൻ 1 പെട്ടെന്ന് പറഞ്ഞോ, ഭയങ്കര ഈസി. അതേവർ റെഡി ആയിട്ട് നിൽക്കുന്നു അല്ലെ. ഈഥൈൽ എത്തെന്ന് പറഞ്ഞ 2 കാർബൺ CH3 CH2 MgBr. ഈഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ്, ബിആറിന് പകരം Cl. ഈഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഡാഷ് ഗീവ്സ് അവർക്ക് കിട്ടിയത് പ്രൊപ്പൻ 1 ആണോ 2 ആണോ? 1 വേഗം പറഞ്ഞേ കേട്ടോ. ഓൺലൈനിന്റെ ആൾക്കാർ ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ ഓൺലൈനിലോട്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞു ശരിയാ? വെരി ഗുഡ്. HCHO കണ്ടോ, സൂപ്പർ ആയിട്ട് പറഞ്ഞു. എന്തുകൊണ്ടാ പ്രൊപ്പൻ 1 എന്ന് പറഞ്ഞ എന്താ? പ്രൈമറി ആൽക്കഹോൾ. എങ്ങനെയാ ഫോർമാറ്റ് പഠിച്ചേ? ഗ്രിഗനാൽ റിയേജൻ റിയാക്ട് വിത്ത് മെത്തനാൽ ടു ഫോം പ്രൈമറി ആൽക്കഹോൾ. അപ്പൊ ഈ കോമ്പൗണ്ട് ഇതുപോലെ എളുപ്പമൊന്നായിരിക്കില്ല ഇത് ചോദിക്കുക. അവര് ഭീകരനായിട്ടുള്ള കോമ്പൗണ്ട് ഒക്കെ തരും. പക്ഷെ എന്തായിരിക്കും അത് അല്ലെ? പ്രൈമറി ആൽക്കഹോൾ ആണ് എങ്കിൽ അത് എന്തായിരിക്കും? HCHO. ഒന്നും നോക്കണ്ട കേട്ടോ, ഭയങ്കര ഈസിയാണ് കേട്ടോ. ഹൈഡ്രോസിസ് ചെയ്യണം കേട്ടോ. ഓർത്തോഗീസിന് മുകളിൽ ഹൈഡ്രോഡിസിസ് H2 ആൻഡ് H+, അല്ലെങ്കിൽ H3O+, അല്ലെങ്കിൽ H2O മാത്രം കൊടുക്കുക. ലാസ്റ്റത്തെ ഗ്രൂപ്പ് കേട്ടോ. ഒരു പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ 7.20 4th ക്വസ്റ്റ്യൻ. മീഥൈൽ മെഗ്നീഷ്യം
bromide to 2-methyl propanol. കേട്ടോ, മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. മീഥൈൽ എന്ന് പറഞ്ഞാൽ എന്താ? മെത്ത്. മെത്ത് എന്ന് പറഞ്ഞാൽ 1 കാർബൺ. മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്, MgBr. മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് പ്ലസ് ഡാഷ് അറിയില്ല, ഇതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഗീവ്സ് നമ്മൾ H2O and H പ്ലസ് എന്ത് കിട്ടി എന്നാ പറയുന്നേ? 2-methyl propanol. പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ 1 2 3 പ്രൊപ്പ്. 2-methyl സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ, 2-ol സെക്കൻഡ് പൊസിഷനിൽ OH. നിങ്ങൾ ആ ഫോർമാറ്റ് നോക്കുക. ഇതെന്ത് ആൽക്കഹോൾ ആണ്? അത് ആദ്യം ഐഡന്റിഫൈ ചെയ്തേ. നിങ്ങൾ 3 പേരാണ്, ബാക്കി ആൾക്കാർ ആരും പറയരുത് കേട്ടോ. ഇത് ഇവരൊക്കെ പറയാനായിട്ട് ചെയ്യുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. ഇത് ഏത് ആൽക്കഹോളാ? ഈ OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഇതല്ലേ? അതിന് എത്ര? ശരിയാ, ഈ OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഇതല്ലേ? അതിന് ചുറ്റിനും എത്ര കാർബൺ ഉണ്ട് നോക്കുക, സറൗണ്ടിങ് ആയിട്ട് എത്ര ഉണ്ട് പറഞ്ഞു? 3 വന്നപ്പോ എന്തായിരിക്കും? ടെറിഷറി ആൽക്കഹോൾ. എങ്ങനെയാ ടെറിഷറി ആയത്? 3 ഉണ്ടല്ലേ? ഇത് ഏതൊക്കെയാ? 3, ഇത് 1, ഇത് 2, ഇത് 3 ഉണ്ടോ? അപ്പൊ OH അറ്റാച്ച് ചെയ്യുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു എ പെർട്ടിക്കുലർ കാർബൺ ആറ്റം, ദാറ്റ് കാർബൺ ആറ്റം ബോണ്ടഡ് വിത്ത് 3 അനദർ കാർബൺ ആറ്റം, 3 അല്ലെ, സറൗണ്ടിങ് ആയിട്ട്. അങ്ങനെ വന്ന ടെറിഷറി ആൽക്കഹോൾ. ഇനി ഫോർമാറ്റ് പറഞ്ഞേ. ഗ്രിഗനാൽ റിയേജൻ പ്ലസ്, നിങ്ങൾ എഴുതിയത് വായിച്ചാൽ മതി. അല്ലെ, ഓർത്ത് നോക്കുക. ഗ്രിഗനാൽ റിയേജൻ പ്ലസ് ഡാഷ് ഗീവ്സ് ടെറിഷറി ആൽക്കഹോൾ. എന്തായിരിക്കും? ഗ്രിഗനാൽ റിയേജൻ റിയാക്ട് വിത്ത് കീറ്റോൺ. അപ്പോ ഇതിൽ ഒരു കാർബൺ ഇതിൽ നിന്ന് എടുത്തു കളയാം. കണ്ടോ, ഇത്രയല്ലേ ഉള്ളു കാർബൺ. ഇതിൽ നിന്ന് ഒരു കാർബൺ മാറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? ഈ ഒരു കാർബൺ പോയാൽ എന്തായിരിക്കും? ഒരു കാർബൺ ഉള്ള ഗ്രൂപ്പ്, മനസ്സിലായി? CH3. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കളയാം CH3. എത്രയാ? ഇവിടെ നിന്ന് ഒരു കാർബൺ പോയാൽ 1 2 3 അല്ലെ, 1 2 3. അപ്പൊ എഴുതുന്ന രീതി നോക്കി കേട്ടോ. ആ മുകളിലത്തെ കാർബൺ ഞാൻ കളഞ്ഞു. CH3 CH3 കണ്ടോ, ഓർത്ത് നോക്കാം. കീറ്റോണിനെ എങ്ങനെയാ പഠിപ്പിച്ചേക്കുന്നത്? RCOR. ഇൻ ബിറ്റ്വീൻ ചെയിനിലാണ് ഡബിൾ ബോണ്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ OH എവിടെയാണോ വന്നേക്കുന്നത് അവിടെ ഡബിൾ ബോണ്ട് കൊടുക്കണം. ഇതാണ് ആൻസർ കേട്ടോ, ഓർത്ത് നോക്കാം. റെഡിൽ എഴുതിയേക്കുന്നതാണ്. അപ്പോൾ ഗ്രിഗനാൽ റിയേജൻ റിയാക്ട് വിത്ത് എങ്ങനെ നോക്കണം? ഇവിടെ CH3 ഉണ്ട്, ആ CH3 ആണ് ഇത് ഇവിടെ ഉണ്ടോ, ഓർത്ത് നോക്കാം. അത് എടുത്തു കളഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ലാസ്റ്റ് ഇഗ്നാഷ് ആൻഡ് റയാൻ അല്ലേ, ഓർത്ത് നോക്കാം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ തരാം. ഇത്ര എഴുതിയോ എല്ലാവരും? ഓക്കെ കേട്ടോ. അപ്പൊ ഇത്രയും ഇപ്പൊ നമ്മൾ എന്താ ചെയ്തേക്കുന്ന ഒരു രീതി നോക്കിയേ. നമ്മൾ ആ 3 ഇക്വേഷൻസ് പഠിച്ചു അല്ലെ. ആ 3 ഇക്വേഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ആപ്ലിക്കേഷൻ അറിഞ്ഞില്ല കാര്യമില്ല. ഞാൻ അതൊക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഇത് ചോദിച്ചാൽ കിട്ടില്ല. അങ്ങനെ ആയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതേ ചോദിക്കുള്ളൂ, ശ്രദ്ധിക്കുക. ഇങ്ങനെ ചോദിക്കുള്ളൂ. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ ഇൻ ടെക്സ്റ്റ് തന്നെ ഇത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലെവൽ കയറ്റി ഓർഗാനിക്കിൽ ചോദിക്കും. മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പഠിക്കണം. അപ്പൊ മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞ സമയത്ത് ഗ്രിഗനാൽ റീജിയൻ ആണെങ്കിൽ ആ ഫോർമാറ്റ് ഞാൻ അങ്ങനെ എഴുതുന്ന അത് നന്നായിട്ട് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇതുപോലെ ചോദിക്കുമ്പോൾ ആ ഫോർമാറ്റ് ഇങ്ങനെ പറഞ്ഞു നോക്കി ഇത് കീറ്റോൺ അത്രയും കിട്ടിയാൽ മതി ആദ്യത്തെ ലെവല്. പിന്നെ നോക്കി പതുക്കനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വന്നോളൂ കേട്ടോ. ആ ഫോർമാറ്റ് കിട്ടണം. അപ്പൊ ആൽക്കീനിൽ വെള്ളം ഒഴിച്ചാൽ എന്ത് കിട്ടും? ആൽക്കഹോൾ. ആൽക്കീൻ വാട്ടർ അല്ലെ, വാട്ടർ ആയിട്ട് അസിഡിക് ഹൈഡ്രോളിസിസ് അത് അപ്പൊ ഡബിൾ ബോണ്ട് കണ്ട നമുക്ക് വാട്ടർ ആഡ് ചെയ്താൽ കിട്ടുന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം. സെക്കൻഡില് നമ്മൾ ആൽഡിഹൈഡിൽ നിന്ന് എന്താ കിട്ടാം? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? ആൽഡിഹൈഡ് റിഡക്ഷൻ ചെയ്ത പ്രൈമറി അല്ലെ, പുറത്തു പോകുക. കാർബോക്സിലിക് ആസിഡ് എന്തായിരിക്കും? റിഡക്ഷൻ ചെയ്ത കാർബോക്സിലിക് ആസിഡ് അണ്ടർഗോ റിഡക്ഷൻ ടു ഫോം ഡാഷ് ആൽക്കഹോൾ, പ്രൈമറി. അപ്പൊ ആൽഡിഹൈഡും കാർബോക്സിലിക് ആസിഡും എന്താണ്? അണ്ടർഗോ റിഡക്ഷൻ എന്തായിരുന്നു? പ്രൈമറി. കീറ്റോൺ സെക്കൻഡറി. അത് കഴിഞ്ഞ് ഗ്രിഗനാൽ റിയേജന്റ് 3 ഫോർമാറ്റ് ഉണ്ടോ, ഓർത്ത് നോക്കാം. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ വീട്ടിൽ പോയിട്ട് ഫോർമാറ്റ് പഠിച്ചിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാവും, പക്ഷെ അത് അല്ലെങ്കിൽ ക്ലിയർ ആയി വരില്ല.
ഇതിന്റെ പേരെന്താ? ഇതിന്റെ നെയിം എന്തായിരിക്കും? ആ, മിഥൈലാണോ? ഇത് ഒരു ജംഗ്ഷൻ, ഇത് രണ്ടാമത്തെ ജംഗ്ഷൻ. അപ്പൊ എന്തായിരിക്കും? ഈത്തൈൽ കേട്ടോ, ഓർത്ത് നോക്കാം. ഈ പോയിന്റിലാണ് OH. അപ്പൊ എന്തായിരിക്കും? 1 ഈത്തൈൽ സൈക്ലോ ബ്യൂട്ടനോൾ. ഇത് പ്രൈമറി ആണ്, സെക്കൻഡറി ആണ്, ടെർഷ്യറി ആണ്? OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം അല്ലെ? 1, 2, 3. അപ്പൊ എന്തായിരിക്കും? ടെർഷ്യറി ആൽക്കഹോൾ. ഐഡിയ മനസ്സിലായി? ഈ OH അറ്റാച്ച് ചെയ്യുന്ന ഈ ജംഗ്ഷനിൽ നിന്ന് എത്ര ലൈൻ ഉണ്ട് നോക്കുക. OH നോക്കരുത്. എത്ര ലൈൻ ഉണ്ട്? ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. അങ്ങനെ നോക്കിയാൽ മതി. ബോണ്ട് എന്ന് പറഞ്ഞാൽ ലൈൻസ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ OH ഇൻക്ലൂഡ് ചെയ്യാതെ എത്ര കാർബൺ? ടെർഷ്യറി ഉണ്ടോ? അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് CH3, CH2, Mg, Br. ഓൺലൈനിലാണ് കേട്ടോ, പ്ലസ് ഡാഷ് കേട്ടോ. ഇതേ ഫോർമാറ്റിൽ ഒരു ക്വസ്റ്റൻ ഉണ്ടാക്കിയേക്കാം. എന്തായിരിക്കും ഓൺലൈനിൽ ഉള്ള ആൾക്കാരുടെ ആൻസർ? എന്തായിരിക്കും? ഇവിടെ കൊടുക്കുന്ന റിയേജന്റ് എന്തായിരിക്കണം? അതിന്റെ പേര് പറയണം കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇഗ്നാഷ് ആൻഡ് റയാൻ കേട്ടോ. ആൻസർ പറയുമ്പോൾ വീഡിയോ ഒക്കെ ഓൺ ആക്കുക കേട്ടോ. ആ, പറഞ്ഞോ, എന്തുപറ്റി? ആ, ഓക്കെ. ആർ, ശരി, വെരി ഗുഡ്. RCOR കീറ്റോൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു അല്ലെ? കീറ്റോൺ ആണ്. ആ കീറ്റോൺ ഏത് പൊസിഷനിൽ വരുന്നു അത് ഓർത്ത് വെച്ചാൽ മതി. C ഡബിൾ ബോണ്ടോ വരില്ലേ മോനെ? C ഡബിൾ ബോണ്ടോ, അത് ഏത് പൊസിഷനിലായിരിക്കും? അത് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് കിട്ടും. നോക്കിയേ, നമ്മൾ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസുകളിലെല്ലാം ചെയ്തേക്കുന്നത് ജംഗ്ഷനിൽ റൈറ്റ് ആണ്. ജംഗ്ഷനിൽ ഇഗ്നാസ് പറഞ്ഞോ, റൈറ്റ് ആണ്. ജംഗ്ഷനിൽ എന്ത് വരും? C ഡബിൾ ബോണ്ടോ അല്ലെ? ഓർത്ത് വെക്കാം. വെരി ഗുഡ് കേട്ടോ. ഐഡിയ ഓർത്ത് വെക്കാം. റയാൻ പറഞ്ഞ വേർഡ് അല്ലെ, കീറ്റോൺ ആണ്. RCOR. ആദ്യത്തെ പൊസിഷൻ ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ആ ഫോർമാറ്റ്, ഈ ടെർഷ്യറി ആൽക്കഹോൾ അത് എത്തിയത്. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ, അല്ലെങ്കിൽ അനാലിസിസ് നടക്കില്ല. നിങ്ങൾ വെറുതെ അതിന്റെ ആൻസർ പറയും, ഇത് ടെർഷ്യറി ആൽക്കഹോൾ. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി 100% എന്തായിരിക്കും? കീറ്റോൺ. ഇനി കീറ്റോണില് ഈ C ഡബിൾ ബോണ്ടോ, ഇത് C ഡബിൾ ബോണ്ടോ ആണ്. എവിടെയായിരിക്കണം പൊസിഷൻ? അത് മാത്രം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക. എവിടെയായിരിക്കും? ഓൾവേസ് OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം. ഓൾവേസ് OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം. അപ്പൊ എങ്ങനെയായിരിക്കും എന്റെ ആൻസർ പോവാ? ഡബിൾ ബോണ്ടോ. ഇതിന്റെ പേരെന്താ? സൈക്ലോ ബ്യൂട്ടനോൺ. സൈക്ലോ ബ്യൂട്ടനോൺ. ബ്യൂട്ടൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 4. ഓൺ വന്ന എന്താ? കീറ്റോൺ. ക്ലോസ്ഡ് ആവുമ്പോൾ എന്താണ്? സൈക്ലോ. അപ്പൊ സൈക്ലോ ബ്യൂട്ടനോൺ ആൻസർ. സൈക്ലോ ബ്യൂട്ടനോൺ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഒബ്സർവ് ചെയ്യണ്ടേ? എവിടെയാണോ OH ആ പൊസിഷനിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? C ഡബിൾ ബോണ്ട് ആക്കേണ്ടത്. ഇനി ഇത് ഇങ്ങനെ നിൽക്കുന്നില്ലേ, അത് എവിടെ നിന്ന് വരുന്നു? കണ്ടോ? CH2 CH3. ഇതേ നോക്കി, ഇവിടെ നോക്കിയേ, CH2 CH3 ഉണ്ടോ? ഓർത്ത് നോക്കുക. അത് കണ്ടോ? ആ ഗ്രൂപ്പാണിത്. അപ്പൊ ഗ്രിഗ്നാൾ റിയേജൻ അതാണ് CH2 CH3 MgBr. ഉണ്ടോ? ഓർത്ത് നോക്കാം. ദെൻ ഇതെന്തായിരുന്നു? സൈക്ലോ ബ്യൂട്ടനോൺ. അപ്പൊ ആൻസർ സൈക്ലോ ബ്യൂട്ടനോൺ കേട്ടോ. എടുത്തെഴുതി വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡീകോഡ് ചെയ്യുക. R ഏതിലേക്ക് പോകുന്നു എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾവേസ് C ഡബിൾ ബോണ്ടോ. ആ C ഡബിൾ ബോണ്ടോയിൽ തന്നെയാണ് OH ആവുക. മനസ്സിലായി? അപ്പൊ തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും? OH C ഡബിൾ ബോണ്ട് ആവും. ഉണ്ടോ? അങ്ങനെ ഒബ്സർവ് ചെയ്യാം. അപ്പൊ എല്ലാം നടക്കുന്നത് എവിടെയായിരിക്കും? ഈ OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒന്ന് ഐഡിയ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ ഫോർമാറ്റ് ഒക്കെ പഠിക്കും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആയ കൺഫ്യൂഷൻ വരും കേട്ടോ. എഴുതി വെക്കുക കേട്ടോ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഈ ടോപ്പിക്കിൽ നിന്ന്. ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ വരുന്നു, അതിൽ വരും കേട്ടോ. ഓക്കെ, എഴുതി വെച്ചു. ഇതിന്റെ പേരൊക്കെ എഴുതണം കേട്ടോ. അതിന്റെ പേരെന്താ? ഗ്രിഗ്നാൾ റീജൻ കേട്ടോ. ഓർത്തോ, ഗ്രിഗ്നാൾ ഈഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. ഇതിന്റെ പേരെന്താ? സൈക്ലോ ബ്യൂട്ടനോൺ. ഇതെന്തായിരിക്കും? ഇതിന്റെ പേര് പറഞ്ഞെന്താ? 2 ഈഥൈൽ സൈക്ലോ ബ്യൂട്ടനോൾ കേട്ടോ. ഓർത്ത് വെക്കാം. ഞാൻ എഴുതണമെങ്കിൽ എഴുതാം കേട്ടോ. 2 ഈഥൈൽ ആണ് കേട്ടോ. 2 അല്ല, 1 ഈഥൈൽ, സോറി.
1-ethyl cyclobutanol. ഫസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് ബ്യൂട്ടേൻ 1-ol എന്ന് പറയണമെന്നില്ല. ഇതിന്റെ പേര് സൈക്ലോബ്യൂട്ടനോൺ. ഇപ്പൊ ഗ്രിഗനാൽ റിയേജന്റ് എന്തായിരുന്നു? ഇഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. ഈഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ഫുൾ ആയിട്ട് എഴുതിക്കോ കേട്ടോ. ഈഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് പ്ലസ് സൈക്ലോബ്യൂട്ടനോൺ ഈസ് 1-ethyl cyclobutanol. ഇതിന്റെ പ്രശ്നം നമ്മൾ പറയുന്നത് ഇതാണ്. ഒരു കൺവേർഷൻ ചോദിക്കുമ്പോൾ ഇത് തരുമ്പോൾ നമുക്ക് ആ വ്യൂ കിട്ടത്തില്ല. അപ്പൊ നമ്മളവിടെ ആൽക്കഹോൾ ആണെന്ന് കാണുമ്പോൾ തന്നെ പ്രിപ്പറേഷൻ ആൽക്കഹോളിൽ എന്തുണ്ട്? ടെറിഷറി ആണ്. ടെറിഷറി ആണെങ്കിൽ ഈ ഒരു വഴിയുള്ളൂ എന്ന് ശ്രദ്ധിച്ചോ. ഇതിൽ ടെറിഷറി എന്ന് പറയുമ്പോൾ ഈ വഴി കൂടി അല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് നോർമലി ഇല്ല. അല്ലെങ്കിൽ പിന്നെ ടെറിഷറി കോമ്പൗണ്ട് കൊണ്ടുവന്നിട്ട് അവിടെ സീൽ മാറ്റി വെച്ചാക്കും. ആ രീതിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോർമൽ വഴിയിൽ ഇതാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് വരാം. പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത ഹെഡിങ്? ഫിസിക്കൽ അല്ലെ. ഇതിന് മുമ്പ് നമുക്ക് ഫിനോളിന്റെ പ്രിപ്പറേഷൻ കൂടിയുണ്ട്. ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ. പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ. പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ. പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ. ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് ഫ്രം ഹാലോ അരീൻ എന്നൊക്കെയാണ്. നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതണ്ട, ഇങ്ങനെ എഴുതി വെച്ചോ. ക്ലോറോ ബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. ഹെഡിങ് അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ക്ലോറോ ബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. കൺവേർഷൻ വരുമ്പോൾ ആ വേർഡിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തരുന്നേ. ക്ലോറോ ബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. അങ്ങനെ ഹെഡിങ് കൊടുത്താൽ മതി. ക്ലോറോ ബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. ക്ലോറോ ബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. ഇതാണ് ക്ലോറോബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. ഫിനോളിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് NaOH ആണ്. NaOH. അങ്ങനെ NaOH ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ബെൻസീൻ്റെ ടോപ്പിൽ ഇത് ONa സോഡിയം ഫിനോക്സൈഡ് ആയിട്ട് മാറും. ഇവിടെ ടെമ്പറേച്ചർ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് 623 കെൽവിൻ. 623 കെൽവിൻ. അതുപോലെ 300 atm പ്രഷർ. ദെൻ ഇവിടെ നിന്ന് H+ അല്ലെങ്കിൽ HCl ആണ്. HCl കൊടുക്കാം. HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ Na മാറിയിട്ട് അവിടെ OH വരും. ഫിനോൾ. ഇതിനാ ഡൗസ് പ്രോസസ് എന്നൊക്കെയാണ് പറയാം. ഈ സെയിം ഇക്വേഷൻ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ക്ലോറോബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. ഫസ്റ്റ് ഹെഡിങ് കേട്ടോ. ക്ലോറോബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. പേരൊക്കെ ഒന്ന് എഴുതി വെക്കാം. ഇത് ക്ലോറോബെൻസീൻ. ഇതിന്റെ പേര് സോഡിയം ഫിനോക്സൈഡ് എന്നാണ്. ഇന്റർമീഡിയറ്റ് ആണ്. ഏകദേശം ഒന്ന് അറിഞ്ഞു വെച്ചാൽ വേറെ സ്ഥലത്തൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് ഉപകാരമാണ്. വേറെ കാര്യമില്ല. എൻ്റെ ഫിനോൾ. സോഡിയം ഫിനോക്സൈഡ്. സോഡിയം ഫിനോക്സൈഡ്. സോഡിയം ഫിനോക്സൈഡ് ഇന്റർമീഡിയറ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ മെർജ് ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് NaOH ഈ ടെമ്പറേച്ചർ HCl അല്ലെങ്കിൽ H+ കൊടുത്താൽ മതി. നേരെ എഴുതിയൊന്നും കുഴപ്പമില്ല കേട്ടോ. ഒറ്റ സ്റ്റെപ്പിലായിട്ട് എഴുതാം. നെക്സ്റ്റ് ഹെഡിങ് ബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. ബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. The chlorobenzene convert to phenol. Next heading benzene convert to phenol. Benzene convert to phenol. ഇതാണ് ബെൻസീൻ. ഈ ബെൻസീനിലേക്ക് നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു? ഫിനോളിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ബെൻസീനിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4 കേട്ടോ. ഞാനിവിടെ കോൺസെൻട്രേറ്റഡ് H2SO4 എന്നാണ് എഴുതുന്നത്. അതിന്റെ കാരണം പറയാം. ഓർ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് ഓർ ഒലിയം ആണ് കൊടുക്കുക. ഒലിയം എന്താന്ന് ഓർമ്മയുണ്ടോ? ഒലിയം H2S2O7. H2 ഓർ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഓർ H2S2O7 ആണ് ഒലിയം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എഴുതിയേക്കുന്നത് ബെൻസീൻ ഒലിയം, വേറെ ഒന്നും എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അതെ,
ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത് ബെൻസീൻ, ഇവിടെ H2S2O7 ഒലിയം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് ഈ കോമ്പൗണ്ട് കിട്ടുന്നത് ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ്, SO3H. ഇത് നിങ്ങൾ 11th പഠിച്ച സമയത്ത് നിങ്ങൾക്ക് എഴുതി വെച്ചേക്കുന്ന വേർഡ് ബെൻസീൻ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് ഓർ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഗീവ്സ് എന്ത് കിട്ടും? ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. ബെൻസീൻ സൾഫോണിക് ആസിഡ് വരുന്നത്. ഞാൻ ഇത് ഇവിടെ കോൺസെൻട്രേറ്റ് H2SO4 എഴുതാൻ കാരണം ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ക്വസ്റ്റൻ അതാ, ഒലിയം എന്ന് പറഞ്ഞിട്ടല്ല ചോദിച്ചേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ എക്സസൈസിൽ ക്വസ്റ്റൻ ഉണ്ട്, ഈ സെയിം ക്വസ്റ്റൻ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അവിടെ അവർ എഴുതിയേക്കുന്നത് കോൺസെൻട്രേറ്റ് H2SO4 എന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ നിങ്ങൾക്ക് തന്നെ സമയത്ത് ഒലിയം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി രണ്ടും എഴുതുന്നു കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ ഈ H2S2O7 എന്ന് പറഞ്ഞാൽ ഒലിയം ആണ് കേട്ടോ, ഒലിയം ആൻഡ് ഓർ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ്. ഇത് കിട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് നേരത്തെ ഇട്ട അതേ രണ്ട് റിയേജന്റ് ഇടും. ഏതൊക്കെയായിരിക്കും? NaOH ആൻഡ് H+. ഈ രണ്ട് റിയേജന്റ് ഇടുമ്പോൾ ഇത് റീപ്ലേസ് ചെയ്ത ഫിനോളിലേക്ക് വരും കേട്ടോ. ഇതിന്റെ പേര് ബെൻസീൻ. ഇതിന്റെ പേര് എന്തായിരിക്കും കേട്ടോ? ഒന്ന് എഴുതിക്കോ. ബെൻസീൻ സൾഫോണിക് ആസിഡ് ലാസ്റ്റ് ഫിനോൾ. ബെൻസീൻ സൾഫോണിക് ആസിഡ് ലാസ്റ്റ് ഫിനോൾ. ബെൻസീൻ, അത് കഴിഞ്ഞിട്ട് ബെൻസീൻ സൾഫോണിക് ആസിഡ് ഫിനോൾ. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് അനലിൻ കൺവേർട്ട് ടു ഫിനോൾ. നെക്സ്റ്റ് ഹെഡിങ് അനലിൻ കൺവേർട്ട് ടു ഫിനോൾ. അനലിൻ കൺവേർട്ട് ടു ഫിനോൾ. അനലിൻ കൺവേർട്ട് ടു ഫിനോൾ. അനലിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ്, ഇതിന്റെ ടോപ്പില് NH2, ഇതാണ് അനലിൻ NH2. ഇവിടുന്ന് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കിട്ടുന്ന ഒരു ഇക്വേഷൻ. ഇതെവിടെയാണ് ഇതിനു മുമ്പ് പഠിച്ചേക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഇത് ഒരു റിയാക്ഷൻ സാൻമേസ്, അതിന്റെ ഹാഫ് ആണ് അല്ലെ, അത് എഴുതിയിരുന്നു. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ടാണ് ശരിക്കും സാൻമേസ് വരുന്നത്. അനലിലേക്ക് എന്താ ഇടുന്നത്? NaNO2 and HCl. NaNO2 and HCl ഇട്ട് കഴിഞ്ഞാൽ ഇത് ഡയസോണിയം, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആയിട്ട് മാറും. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ദെൻ ഇതിലേക്ക് വാം വാട്ടർ, വാം തന്നെ എഴുതണം, വാം വാട്ടർ, വാം H2O ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫിനോൾ കിട്ടും. അനലിൻ, അനലിലേക്ക് എന്തൊക്കെ ഇടുന്നത്? NaNO2 and HCl. അതിൽ ഇടുമ്പോൾ ഈ കോമ്പൗണ്ട് പേരൊക്കെ ഒന്ന് എഴുതി കേട്ടോ. അനലിൻ ഇതെന്തായിരിക്കും? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. പിന്നെന്തായിരുന്നു? ഫിനോൾ. അനലിൻ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, പിന്നെന്തായിരുന്നു? ഫിനോൾ. നെക്സ്റ്റ് ക്യുമീൻ ടു ഫിനോൾ ആണ് അടുത്ത ഹെഡിങ്. ക്യുമീൻ കൺവേർട്ട് ടു ഫിനോൾ അല്ലെങ്കിൽ ക്യുമീൻ ടു ഫിനോൾ. നമുക്ക് ആ വേർഡ് കിട്ടാൻ വേണ്ടി തന്നെ ഹെഡിങ് അങ്ങനെ ആക്കുന്നേ കേട്ടോ. ഇത്രയും പേര് എഴുതിയോ? അടുത്ത് ക്യുമീൻ, CUMENE കേട്ടോ, CUMENE, ക്യുമീൻ ടു ഫിനോൾ. ക്യുമീൻ ഒരു കോമൺ നെയിം ആണ്. ക്യുമീൻ, ക്യുമീൻ എന്ന് പറഞ്ഞാല് ഇതുപോലെ CH3 CH3. ഇതിന്റെ മിഡിലായിട്ട് ഒരു ബെൻസീൻ റിംഗ് വരും. നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ? മുകളിൽ എഴുതണോ? കാണാൻ പറ്റുന്നുണ്ടോ? ടോപ്പിൽ എഴുതണോ? ഇതാണ് ക്യുമീൻ കേട്ടോ, ഓർത്ത് നോക്കാം. മിഡിലാണ് ബെൻസീൻ റിംഗ് വന്നേക്കുന്നത്. ക്യുമീൻ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഓക്കെ അല്ലേ? ക്യുമീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ക്യുമീനിലേക്ക് O2 വരും. O2 നമുക്ക് വേറെ കളറിൽ കൊടുക്കാം. O2 വരുമ്പോൾ ഇതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് വരും. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ സംഭവം 2 ഓക്സിജൻ അല്ലേ, 2 ഓക്സിജൻ. ഈ CH ഇല്ലേ ഇൻ ബിറ്റ്വീൻ ആയിട്ട് O വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം.
ഇവിടെ ബെൻസീൻ റിംഗ് വന്നിട്ടുണ്ട്. ബെൻസീൻ റിംഗ്. ഈ ബെൻസീൻ റിംഗിന്റെ ഇടയിൽ ഓക്സിജൻ വരും. ആ ഓക്സിജൻ വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ എഴുതണം, സിംഗിൾ ബോണ്ടോ എച്ച്, ഇങ്ങനെ തന്നെ എഴുതണം. ഒരു പ്രശ്നമുണ്ട്, COOH എന്നെങ്ങാലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് തരില്ല. ഈ എച്ച് ഇവിടുത്തെ എച്ച് തന്നെയാണ്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇതുണ്ടോ, ഇവിടുത്തെ CHന്റെ ഇൻബിറ്റ്വീൻ ആയിട്ടാണ് OOH വരുന്നത്. OO അങ്ങനെ സിംഗിൾ ബോണ്ട് വന്നത് പെറോക്സൈഡ് കോമ്പൗണ്ടുകളാണ് ആക്ച്വലി വരിക. മനസ്സിലായി? അപ്പോ അതിന് പകരം ഏതെങ്കിലും കൊച്ച് COOH എന്നെങ്കിലും എഴുതിയ അത് വെട്ടിക്കളയും. OH അല്ലത്, സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ടോ എച്ച്. COH എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ, C ഡബിൾ ബോണ്ടോ OH എന്നാ. അപ്പൊ തെറ്റിക്കളയും, വെട്ടിപ്പോവും. ഇത് പെറോക്സൈഡ് ആണ്. അപ്പൊ ഇങ്ങനെ സിംഗിൾ ബോണ്ട് തന്നെ കൊടുത്ത് ഇന്റർമീഡിയറ്റ് കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്ക് അസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്യും. അസിഡിക് ഹൈഡ്രോളിസിസ് ആണ്. H2O ആൻഡ് H3O+ കൊടുക്കാൻ നമുക്ക്. H3O+. അങ്ങനെ കൊടുക്കുമ്പോ ഫിനോൾ വരും. കേട്ടോ, ഇത് എങ്ങനെ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ OH ഉണ്ടല്ലോ, ഈ കോമ്പൗണ്ട് ഇങ്ങനെ തന്നെ പോകും. CH3COCH3. ഇത് പ്ലസ് ബൈ പ്രോഡക്റ്റ് ആണ്. ബൈ പ്രോഡക്റ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് എഴുതിയാണ്. ഇതിന്റെ മെത്തേഡ് എന്താണെന്നുള്ളത് കണ്ടോ. CH3COCH3 കീറ്റോൺ ആയിട്ട് പോയി. ബാക്കി OH ഉണ്ട്, അതിന്റെ മുകളിൽ വരും കേട്ടോ. ഈ റൗണ്ട് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ പേര് ക്യുമീൻ ടു ഫിനോൾ. ക്യുമീൻ ടു ഫിനോൾ. ക്യുമീൻ ടു ഫിനോൾ അല്ലെ. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോ ആ 10 മിനിറ്റ്സിൽ അഭിറാം ഒരു സജഷൻ പറഞ്ഞിരുന്നു അല്ലെ. കേട്ടോ, അഭിറാം പറഞ്ഞു എല്ലാവരെ കൊണ്ടും എല്ലാ ഹെഡിങ്സും പറയിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മളെടുത്ത ഹെഡിങ്സുകൾ എല്ലാവരും കേട്ടോ ഇൻഡിവിജ്വലി പറഞ്ഞിട്ടേ വിടുള്ളൂ. ഓർത്ത് വെക്കാം. പ്രിപ്പറേഷൻ മാത്രം, മറ്റേത് വേണ്ടല്ലോ. ക്ലാസിഫിക്കേഷൻ വേണ്ട, ക്ലാസിഫിക്കേഷൻ വേണ്ടെന്ന് പറയുന്നു. അത് വേണം, വേണ്ട. അപ്പൊ നമുക്ക് ഹെഡിങ്സ്, ആ ഹെഡിങ്സ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പറയണം അല്ലെ. അങ്ങനെ പറയുന്നു ഉണ്ടോ, മനസ്സിലാക്കിയിട്ട്. അപ്പൊ നിങ്ങളുടെ തന്നെ സജഷൻ കാരണം നമുക്കത് മനസ്സിലാക്കിയിട്ട് പറയാം. ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? ഫ്രം ആൽക്കീൻ. എന്ത് ചെയ്യണം? ഒറ്റ വേർഡിൽ പറയാമെന്ന നിങ്ങൾക്ക് കേട്ടോ, ഒരു കുഞ്ഞു വേർഡിൽ പഠിച്ചാൽ മതി, കൂടുതൽ വേണ്ട. എന്താണ്? ആൽക്കീൻ അണ്ടർഗോ ഹൈഡ്രോളിസിസ് ടു ഫോം ആൽക്കഹോൾ. അപ്പൊ ആൽക്കീനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ ആൽക്കഹോൾ കിട്ടും, അത്രയും മതി. രണ്ടാമത്തെ ഹെഡിങ്, അതിൽ തന്നെ ഡൈബോറിയൻ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതല്ല. ഒന്ന് നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തെന്താ? കാർബോണിയൽ കോമ്പൗണ്ട് അല്ലെ. ആ കാർബോണിയൽ കോമ്പൗണ്ട് എന്ത് ചെയ്യണം? റിഡക്ഷൻ. അപ്പൊ ആൽഡിഹൈഡ് ഇങ്ങനെ പറഞ്ഞാൽ മതി, ആൽഡിഹൈഡ് കീറ്റോൺ അണ്ടർഗോ റിഡക്ഷൻ ടു ഫോം ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതുകൂടി പറഞ്ഞു. ആൽഡിഹൈഡ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് റിഡക്ഷൻ ചെയ്ത പ്രൈമറി വേണം, കീറ്റോൺ ആണെങ്കിൽ സെക്കൻഡറി. അത്രയും വേണം. റിഡക്ഷൻ എന്നുള്ള വേർഡ് വേണം കേട്ടോ. റെഡ്യൂസിങ് ഏജന്റ് പിന്നെ പഠിച്ചാൽ മതി. ഏതായിരുന്നു റെഡ്യൂസിങ് ഏജന്റ്? നിക്കൽ പലേഡിയം. അടുത്തൊരു ഏജന്റ് പറ, NaBH4 അല്ലെ. അടുത്തൊരു ഏജന്റ് ഉണ്ടോ? LiAlH4 അല്ലെ. അപ്പൊ താനാരായിരുന്നു? നിക്കൽ പലേഡിയം ഉണ്ടോ. ഇയാള് മിഡിലാണ്, ഇയാളാണ് വീക്ക് അല്ലെ, പാവമാണ്. ഇയാള് മിഡിൽ, ഇവൻ ഇത്തിരി സ്ട്രോങ് ആണ്. എന്തായിരുന്നു? ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്. അപ്പൊ മിഡിലാരാ? NaBH4, മൈൽഡ് റെഡ്യൂസിങ് ഏജന്റ് അല്ലെ, പാവമായിട്ടുള്ള സാധാരണ റെഡ്യൂസിങ് ഏജന്റ്. അതായിരുന്നു നിക്കൽ പലേഡിയം പ്ലാറ്റിനം അല്ലെ. ഓർത്ത് വെക്കാം. അപ്പോ അങ്ങനെ ആ റെഡ്യൂസിങ് ഏജന്റ് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. തേർഡ് ഹെഡിങ് എന്തായിരുന്നു? അതിന്റെ ഫോർമാറ്റ് എന്തായാലും പറയണം. എന്തായിരിക്കും? ഏതൊക്കെയായിരുന്നു? എങ്ങനെ ഫോർമാറ്റ് പറയേണ്ടത്? മെത്തന ഗ്രിഗനാൽ റിയേജന്റ് റിയാക്ട് വിത്ത് മെത്തനാൽ ടു ഫോം പ്രൈമറി ആൽക്കഹോൾ. പിന്നെന്തായിരുന്നു? എത്തനാൽ ഓർ എനി ഹൈർ ആൽഡിഹൈഡ് അല്ലെ. ഗ്രിഗനാൽ റിയേജന്റ് റിയാക്ട് വിത്ത് എത്തനാൽ ഓർ എനി ഹൈർ ആൽഡിഹൈഡ് ടു ഫോം സെക്കൻഡറി. അടുത്ത എന്തായിരിക്കും? കീറ്റോൺ റിയാക്ട് വിത്ത് ഗ്രിഗനാൽ റിയേജന്റ് ടു ഫോം ടെറിഷറി ആൽക്കഹോൾ. ഇനി ഫിനോളിന്റെ 4 പ്രിപ്പറേഷൻ, അത് ഫുള്ള് പറയണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി. ക്ലോറോബെൻസീൻ ടു ഫിനോൾ. അടുത്ത എന്തായിരിക്കും? ബെൻസീൻ ടു ഫിനോൾ. അടുത്ത എന്തായിരുന്നു? അനലിൻ ടു ഫിനോൾ. അടുത്ത എന്തായിരുന്നു? ക്യുമീൻ ടു ഫിനോൾ. കീ ആണ്. ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിൽ എന്താണ് കിട്ടിയില്ലെന്ന് നോക്കും, മനസ്സിലായി? അല്ലെങ്കിൽ ഒന്നും ഓർമ്മ വരൂല. അപ്പൊ 7 എങ്ങനെയായതെന്ന് മനസ്സിലാകാം. 3 പ്രിപ്പറേഷൻ ആൽക്കഹോൾ, 4 പ്രിപ്പറേഷൻ ഫിനോൾ. 7 ഹെഡിങ്സ് ഉണ്ട്, അത് വേണം എന്നുള്ളതാണ്. ആക്ച്വലി ഹാൻഡ് റൈസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പറയാം. എല്ലാവരും പറഞ്ഞിട്ട് എല്ലാവരും വിടുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഏകദേശം ഒരു അല്ലെ 10-15 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരെ ഹാൻഡ് റൈസ് ചെയ്യാം. ഞാൻ അതിനെ 2 ഡിവിഷനായിട്ട് ചോദിക്കുള്ളൂ. ഒന്നല്ലെങ്കിൽ ആദ്യത്തെ പോർഷൻ ചോദിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ പോർഷൻ ചോദിക്കും. 2 ഡിവിഷൻ, മനസ്സിലായി? ഓർത്ത് നോക്കാം. അത് ഞാൻ ഡിസിഷൻ എടുക്കാം. ഷഫിൾ ചെയ്ത് 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, ചലഞ്ച് വേഗം ചെയ്യും. 1 മിനിറ്റ് ചലഞ്ച്. അല്ലെങ്കിൽ ഈ ചാപ്റ്റേഴ്സുകൾ അങ്ങനെയാണ്, പഠിച്ചില്ലെങ്കിൽ വെറുതെ കണ്ടപ്പോൾ മനസ്സിലായി എനിക്ക് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇത് മെമ്മറിയാണ്, അതുകൊണ്ട് ക്ലിയർ ചെയ്ത് ഇതാ ഇവിടെ ഫസ്റ്റ് പറയാന്ന് പറഞ്ഞു കേട്ടോ. ഓൾ തിങ്സ് വേഗം പറഞ്ഞു.
ഓർഡറിൽ ആദ്യം മുതൽ. ഡാഷ് ടു ഡാഷ് അങ്ങനെ പറ. എന്ത് ചെയ്യണം? ആൽഡിഹൈഡിനെയും കാർബോക്സിലിക് ആസിഡ് റിഡക്ഷൻ. Ketone reduction to secondary alcohol. Grignard's reagent react with methanol to form primary alcohol, react with ethanol or higher to form secondary alcohol, react with ketone to form tertiary alcohol. The phenol, chlorobenzene to phenol, benzene to phenol, aniline to phenol, cumene to phenol. കേട്ടോ ഓർത്തോക്കാം. ബാക്കി റിയേജന്റ് കൂടി പഠിച്ചേക്കണം. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും കേട്ടോ ഓർത്തോക്കാം. റിയേജന്റ് ബാക്കി ആൾക്കാർ പഠിച്ച് നമുക്ക് അതും കൂടി പഠിച്ചോ. ഈസി അല്ലേ? ഉണ്ടോ? റിയേജന്റുകളില്ലേ ഇതിന്റെ ഇടയിലൊക്കെ വരുന്ന കേട്ടോ. ഇപ്പോൾ അനിലിൻ ടു ഫിനോൾ എന്തായിരുന്നു? NaNO2 and HCl അല്ലേ? അപ്പോൾ ഡൈസോണിയം സോൾട്ട്, ദെൻ H2O and വാം വാട്ടർ. അങ്ങനെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന രീതിയിൽ പറയാം. ഇഗ്നാസ് എന്താ ചാടിപ്പോയോ? നമുക്ക് പിടിക്കാൻ തന്നെ ആരാ അടുത്ത് പറയാൻ പറ്റും? ഓക്കെ ആണോ? പറഞ്ഞു. From alkene, alkene undergo hydrolysis to form alcohol. From carbonyl compounds, aldehyde and carboxylic acid undergo reduction to form primary alcohol. Ketone undergo reduction to form secondary alcohol. Okay. From Grignard reagent, aldehyde react with Grignard reagent to form primary alcohol. Methanol, okay. React to form primary alcohol. Ethanol or higher aldehyde react with Grignard reagent to form secondary alcohol. Ketone react with Grignard reagent to form tertiary alcohol. Phenol, chlorobenzene to phenol, benzene to phenol, aniline to phenol, cumene to phenol. Okay. Preparation of alcohol from alkene. Alkene undergoes hydrolysis to form alcohol. Second, from carbonyl compounds, aldehyde and carboxylic acid undergo reduction to form primary alcohol. Ketone undergo reduction to form secondary alcohol. From Grignard reagent, methanol react with Grignard reagent to form primary alcohol. Ethanol and higher aldehyde react with Grignard reagent to form secondary alcohol. Ketone react with Grignard reagent to form tertiary alcohol. Preparation of phenol. Chlorobenzene to phenol, benzene to phenol, and aniline to phenol, cumene to phenol. ഓക്കെ, വെരി ഗുഡ്. കേട്ടോ ഓർത്ത് നോക്കാം. 3 പേര് നന്നായിട്ട് പറഞ്ഞു. ഒരു 2 ഗ്രൂപ്പായി. ആ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞു. മിഷൽ റെഡി ആയിട്ട് ഞാൻ പറഞ്ഞു. Concentration of water and water, carbonyl compound, aldehyde, ketone, carboxylic acid undergo reduction to form alcohol. Aldehyde reacted with primary alcohol. Ketone react with NaBH4 for secondary alcohol. Carboxylic acid react with NaBH4 tertiary alcohol. From Grignard reagent react with methanol to form primary alcohol. കാർബോക്സിലിക് ആസിഡിൽ നിന്ന് പ്രൈമറി ആണ് കേട്ടോ കിട്ടുന്നത്. ഓക്കെ, ബാക്കി Grignard reagent react with ethanol to bring secondary alcohol. Grignard reagent react with ketone to bring tertiary alcohol. Preparation of phenol, chlorobenzene to phenol, benzene to phenol, aniline to phenol. ഓക്കെ, വെരി ഗുഡ്. കേട്ടോ, ഈ 4 പേര് കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് പറഞ്ഞു കേട്ടോ. എല്ലാവരും പറഞ്ഞിട്ട് വിടുള്ളൂ കേട്ടോ. പേര് റിയേജന്റ് പഠിച്ചു കേട്ടോ. ഓർത്ത് നോക്കാം. റിയേജന്റ് പഠിച്ചോ? ഞാൻ ചോദിക്കും. ഈ 4 പേര് റിയേജന്റ് പറഞ്ഞിട്ട് വിടുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ക്രോസ് ചെക്ക് ചെയ്തിട്ട് റിയേജന്റ് ചോദിക്കാം. ബാക്കി ആൾക്കാരുടെ അടുത്ത് ഹാഫ് ആയിട്ട് ചോദിക്കുള്ളൂ. വിഷമമുണ്ടോ? അടുത്ത വിഷമമുണ്ട് കണ്ടോ? ഓർത്ത് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആ ഫിനോളിന്റെ ഫുള്ള് പറ. വേറെ ഒന്നും കേട്ടോ, മറ്റേത് വേണ്ട എനിക്ക്. Aniline to phenol, cumene to phenol. കേട്ടോ, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ടോ. അത് മിഡിൽ പ്രോഡക്റ്റ് അറിഞ്ഞാൽ ബെറ്റർ ആണ് ആക്ച്വലി കേട്ടോ. പഠിക്കാൻ നോക്കുക. ഇത് പറഞ്ഞല്ലേ ഉള്ളൂ കേട്ടോ. ഓക്കെ, കണ്ടോ മിഡിൽ പ്രോഡക്റ്റ് പഠിക്കണം എന്ന് അവർ പറയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആദ്യത്തെ പോർഷൻ ആൽക്കഹോൾ.
alkene, hydrolysis, dihydrogen, from carbonyl compounds, ഏതൊക്കെയായിരുന്നു? aldehyde ketone, carboxylic acid, carboxylic acid, aldehyde primary alcohol. എന്ത് ചെയ്താൽ കിട്ടും എന്ന് പറയണം. Reduction. റിഡക്ഷൻ. ഓക്കെ, വെരി ഗുഡ്. And ketone is equal to secondary. സെക്കൻഡറി ആൽക്കഹോൾ. ഗ്രീനാൽ റീജൻ. From Grignard reagent react with methanol to give primary alcohol. പ്രൈമറി ആൽക്കഹോൾ. Grignard reagent with ethanol or higher aldehyde gives secondary alcohol. Grignard reagent and ketone. കേട്ടോ. ആ, ക്യൂമീന്റെ മിഡിൽ പ്രോഡക്റ്റ് അത് എഴുതണ്ട. മിഡിൽ പ്രോഡക്റ്റ് ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് എന്നാണ്. അത് വേണ്ട കേട്ടോ. പുറത്ത് പോകാം. peroxide എന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു. ആക്ച്വലി ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് എന്നാണ്. peroxide എന്ന് പറഞ്ഞത്. അതല്ല മതി. ഇന്റർമീഡിയറ്റ് എന്ന് എഴുതിയാൽ മതി. ഇതൊക്കെ ഇന്റർമീഡിയറ്റ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് എന്നാണ്. അത് ചിലപ്പോൾ എങ്ങാലും തെറ്റിയാ വേണ്ടാലെന്ന് കരുതാണ് കേട്ടോ. ഒരു എന്താണ് പെറോക്സൈഡ് ഇന്റർമീഡിയറ്റ് അങ്ങനെ അടിച്ചാൽ മതി. പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഓ വരുന്നതാണ്. മറ്റേ എഴുതാൻ പറ്റാൻ ബെറ്റർ ആണ് ആക്ച്വലി അല്ലെന്നല്ല പറഞ്ഞേ കേട്ടോ. ഓക്കെ, കഴിഞ്ഞില്ലേ? ഗുഡ് കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ ബെൻസീൻ്റെ എല്ലാം പറഞ്ഞില്ലേ? ക്ലോറോബെൻസീൻ ടു ഫിനോൾ, ബെൻസീൻ ടു ഫിനോൾ. ആ ഓക്കെ, പറയാം കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷൻസ്. ആൽക്കീൻ അല്ലേ? ആൽക്കീന് ഹൈഡ്രോളിസിസ് ചെയ്യും അതല്ലേ ഫസ്റ്റ് പറയുന്നത്. ടു ഫോം ആൽക്കഹോൾ. ഓക്കെ, ഇനി അടുത്ത എന്തായിരുന്നു സെക്കൻഡ് ഹെഡിങ്? എത്തനാൽ അല്ലേ? കീറ്റോണിന്റെ ഒക്കെയാണ് അല്ലേ? പുറത്ത് നോക്കാം. ഓർ സെക്കൻഡറി അത് ഗ്രീനാൽ റീജന്റെ ആണ് പറയണത് അല്ലേ? ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പൊ മെത്തനാലാണെങ്കിൽ പ്രൈമറി കിട്ടും, എത്തനാലാണെങ്കിൽ സെക്കൻഡറി കിട്ടും. ഇനി എന്ത് ചെയ്യും അടുത്ത? ടെറിഷറി ആൽക്കഹോൾ. അപ്പൊ ഗ്രീനാൽ റീജന്റെ സെറ്റ് ഓക്കെ ആണ്. ഫസ്റ്റ് സെറ്റ് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് ആൽക്കീനിന് എന്ത് ചെയ്യണം? വാട്ടർ ആഡ് ചെയ്യണം. ആൽക്കീനിൽ വാട്ടർ ആഡ് ചെയ്ത് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും അല്ലേ? ഓർത്ത് വെക്കാം. ദെൻ ആൽഡിഹൈഡ് കീറ്റോൺ ഒക്കെ ഉണ്ടല്ലോ. ആൽഡിഹൈഡ് കാർബോക്സിലിക് ആസിഡ് അതിനെ എന്ത് ചെയ്യണം? റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും? രണ്ടാമത്തെ ഹെഡിങ് ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട് നിന്ന് ആദ്യം എടുത്തില്ലേ? അതിനെ റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും? പ്രൈമറി ആൽക്കഹോൾ. നോക്കിയാൽ മതി ഒന്നും കൂടി കേട്ടോ. പുറത്ത് നോക്കാം. അപ്പൊ ഗ്രീനാൽ റീജന്റെ പറഞ്ഞ റൈറ്റ് ആണ്. അതൊരു സെറ്റായി. ഇനി എന്താണ്? ആൽഡിഹൈഡ് ഓർ കാർബോക്സിലിക് ആസിഡ് അതിനെ റിഡക്ഷൻ ചെയ്യാം. അത്ര മാത്രം ഓർത്താം. എന്ത് കിട്ടും? പ്രൈമറി ആൽക്കഹോൾ. കീറ്റോണിനെ റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും? സെക്കൻഡറി ആൽക്കഹോൾ കേട്ടോ. ഓർത്ത് നോക്കാം. ഒന്ന് സെറ്റ് ആക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടില്ല അല്ലെ? ആൽക്കഹോളിന്റെ ഫിനോളിന്റെ ഫിനോൾ. ഓക്കെ, അഭിറാം ആൽക്കഹോളിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നതാണോ? ഇല്ലല്ലോ. ഉണ്ടായിരുന്നല്ലേ? വേം പറഞ്ഞു. ആൽക്കഹോൾ ആൽക്കീൻ്റെ കേട്ടോ. ഒന്ന് അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് ഓഫ് ചെയ്തേക്കാം എന്തായാലും. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യം